ഗുഡ് ഈവനിങ്. നമ്മളിന്ന് വുഡ് വർക്ക് ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ കാർപ്പൻട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് ഫയർ? തന്നിരിക്കുന്നതിൽ ഒരു ഒരു കന്നാസിൻ്റെ ചിത്രവും ഒരു ഡ്രമ്മിൻ്റെ ചിത്രവും തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ കന്നാസും ഡ്രമ്മും നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതാണ് ഇതിൽ ഒരു ഹിൻറ്റ്. അപ്പോൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി. അപ്പോൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ഇതിൽ ഓരോന്നും ഓരോ ടൈപ്പ് ഫയറാണ്. ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ, വുഡ് അങ്ങനത്തെ സോളിഡ് മെറ്റീരിയൽസ്. ലിക്വിഡ് ആകുമ്പോൾ ക്ലാസ് ബി ആണ് വരിക. ഇനി ഗ്യാസ് ഉണ്ട്, ഇലക്ട്രിക് ഫയർ ഉണ്ട്, അത് സിയും ഡിയും വരും. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം വരുന്നത് ക്ലാസ് ബി ഫയറാണ്. ഹിൻഡി എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കി നോക്കാം. ഈ ഒരു ടേബിളിൽ നമ്മൾ സോളിഡ് ക്ലാസ് എ ഫയർ കണ്ടില്ല. പേപ്പർ, ക്ലോത്ത്, വുഡ്, സിമ്പിളായിട്ട് നമുക്ക് സോളിഡ് മെറ്റീരിയൽസ് നമുക്ക് പഠിച്ചു വെക്കാം. പക്ഷേ മെറ്റാലിക് കണ്ടക്ടേഴ്സ് അതൊരു സോളിഡ് മെറ്റീരിയൽ അല്ലേ. വയേഴ്സ്, കമ്പി, അതിലൊക്കെ കറണ്ട് പിടിക്കുമ്പോൾ അത് നമ്മുടെ ക്ലാസ് ഡി ആണ്. കണ്ടോ, ഇൻവോൾവിങ് മെറ്റൽസ് എന്ന് പറയുന്നില്ലേ, അത് ക്ലാസ് ഡി ആണ്. ആ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ക്ലാസ് എ എന്ന് പറയുന്നത് ക്ലാസ് എ ഫയർ, വുഡ്, ക്ലോത്ത്, പേപ്പർ. അതിൽ എക്സ്റ്റിങ്വിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ എന്ത് ചെയ്യും, വാട്ടറാണ് ഉപയോഗിക്കുക അല്ലേ. ജെറ്റ് ഓഫ് വാട്ടർ എവിടെയാണ് ആദ്യം അടിക്കേണ്ടത്, അതിൻ്റെ അടിഭാഗത്താണ്. ഓക്കെ ആണോ? ഓൺ ദി ബേസ് ഓഫ് ദി ഫയർ ആൻഡ് ദെൻ ഗ്രാജുവലി അപ്വേർഡ്. ആദ്യം ബേസിലേക്ക് അടിക്കുക, എന്നിട്ട് മുകളിലേക്ക് വെള്ളം നനച്ചു കൊടുക്കുക. നല്ല ജെറ്റ് ഓഫ് വാട്ടർ ആണ് കേട്ടോ. ജസ്റ്റ് ബക്കറ്റ് കൊണ്ട് കോരിയല്ല ചെയ്യുക, ജെറ്റ് ഓഫ് വാട്ടർ നല്ല സ്പീഡിൽ അടിച്ചു കൊടുക്കുക. ഇനി ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിത്രത്തിൽ കണ്ട പോലെ ലിക്വിഡ്, ഫ്ലാമബിൾ ലിക്വിഡ്സ് ആൻഡ് ലിക്വിഫയബിൾ സോളിഡ്സ്. അതായത് നേരെ ഇവാപ്പറേറ്റ് ആവുന്ന സോളിഡ്സ് ആണെങ്കിൽ അതിനും എന്ത് വിളിക്കുക, ക്ലാസ് ബി എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡ്, ഫോം, ഡ്രൈ പൗഡർ ഇതെല്ലാം ഉപയോഗിച്ച് എക്സ്റ്റിങ്വിഷ് ചെയ്യാം. ഇനി ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ആൻഡ് ലിക്വിഫൈഡ് ഗ്യാസ്, LPG, CNG, അതുപോലെ തന്നെ ഓക്സിജൻ, അങ്ങനെ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ്, അതിൻ്റെയൊക്കെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈ പൗഡർ എക്സ്റ്റിങ്വിഷേഴ്സ് ആർ യൂസ്ഡ് ഓൺ ദിസ് ടൈപ്പ് ഓഫ് ഫയർ. നമ്മൾ ഡ്രൈ പൗഡർ നമുക്ക് ഉപയോഗിക്കാം. ഇനി ലാസ്റ്റ് ക്ലാസ് ഡി ആണ്. അതിൽ മെറ്റൽസ് ആണ്, ഇൻവോൾവിങ് മെറ്റൽസ്. ഓക്കെയാണോ? അതിൽ നമ്മൾ ഫയർ ഓൺ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റും ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇലക്ട്രിക്കൽ വയേഴ്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, മെറ്റൽസ്, ഇതിലെല്ലാം ക്ലാസ് ഡി ആണ് പറയുക. ഹാലോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ പൗഡർ ആൻഡ് CTC, വേപ്പറൈസിങ് ലിക്വിഡ്, ഇത് നമുക്ക് എന്ത് ചെയ്യുക, എക്സ്റ്റിങ്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഒരു യൂണിവേഴ്സൽ എക്സ്റ്റിങ്ഷർ ആണ് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കി നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് PPE ഈസ് റിക്വയർഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ലെഗ്സ്? നമ്മുടെ കാലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. PPE ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ചപ്പൽസ് സാധാ ചെരുപ്പാണോ, അതോ സേഫ്റ്റി ഷൂ, ക്യാൻവാസ് ഷൂ, സാൻഡൽസ്? സിമ്പിളാണല്ലേ. എന്തായിരിക്കും വരിക, സേഫ്റ്റി ഷൂ ആണ് വരിക. അപ്പോൾ PPEയും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ PP6 കാറ്റഗറി ഉണ്ട്. PP1, PP2, PP3 എന്നൊക്കെ പറഞ്ഞ് 2-3 ഒരു 6 ടേബിൾ ഉണ്ട്. അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഈ ഒരു ടേബിൾ ഉണ്ടോ, ഹെഡ് പ്രൊട്ടക്ഷൻ, നമ്മൾ തലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഹെൽമെറ്റ് ഉപയോഗിക്കാം അല്ലേ. ഇനി ഫുഡ് പ്രൊട്ടക്ഷൻ എന്തൊക്കെ ഉപയോഗിക്കാം, സേഫ്റ്റി ഷൂ അല്ലെങ്കിൽ ഗം ബൂട്ട് അല്ലെങ്കിൽ ലെതർ ലെഗ് ഗാർഡ്സ്, അല്ലെങ്കിൽ നമ്മൾ സാൻഡൽ, ചപ്പൽസ് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി നോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നോസ് മാസ്ക് ഉപയോഗിക്കുക. ഹാൻഡ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഹാൻഡ് ഗ്ലൗസ് ഉപയോഗിക്കണം. ഐ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഗോഗിൾസ്, ഫേസ് ഷീൽഡ്, ഹാൻഡ് ഷീൽഡ്. പിന്നെ ഈ ജസ്റ്റ് ഇത് സിമ്പിളാണ് കേട്ടോ. ഇയർ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഇയർ പ്ലഗും ഇയർ മഫും നമ്മൾ ഉപയോഗിക്കും. സിമ്പിൾ കാര്യങ്ങളാണ്. ഇതാണ് കേരള PSC ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചു വരാറുള്ളത്. 8 കാറ്റഗറി ഓഫ് PPE ഉണ്ട്. ഒന്നാമത്തെ ഹെൽമെറ്റാണ്. PP1 എന്ന് പറയുന്നത് ഹെൽമെറ്റാണ്. PP2 എന്ന് പറയുന്നത് സേഫ്റ്റി ഫുട്വെയർ ആണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ് വരിക, മാസ്ക് അങ്ങനത്തെ കാര്യങ്ങൾ. PP4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകളെ, ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ, ഗ്ലൗസ് ഒക്കെ വരും. PP5 എന്ന് പറഞ്ഞാൽ കണ്ണുകളെയും മുഖം, ഫേസ് ഷീൽഡ്, ഗോഗിൾസ്, ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ, ഇതാണ് PP5. PP6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, അതായത് ഓവറോൾ ആപ്പോണൊക്കെ നമുക്ക് വിളിക്കാം. PP6ൻ്റെ കാറ്റഗറിയിലാണ് വരിക. PP7 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. PP8 എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ബെൽറ്റ്, ഉയരത്തിലൊക്കെ കയറുമ്പോൾ നമ്മൾ സേഫ്റ്റി ബെൽറ്റ്, ഹാർനസിനൊക്കെ വേണ്ടിയിട്ടാണ് PP8. ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ഒരു ടേബിൾ 1 എന്നുള്ള ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഇൻവോൾവ്സ് ജനറൽ ഡിസിപ്ലിൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്?
നമുക്ക് കോമൺ അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ഒരു നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്, അതായത് വേണ്ടത്ര കെയർ കൊടുക്കാറില്ല. പക്ഷേ ഇതിൻ്റെ ആൻസറാണ് നമുക്ക് എന്ത് ചെയ്യുക, മാക്സിമം നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ളത്. കാരണം ഇവർ നിമിയുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. നമ്മുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു ആവർത്തിച്ച് വരുന്ന തൊഴിലാളികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, അതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. അപ്പോൾ ഇത് ബുക്ക് പ്രകാരമുള്ള മാത്രം ആൻസർ മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. നമ്മുടെ നാട്ടിൽ കറക്റ്റ് ആൾക്കാർ ചെയ്യേണ്ടത് എഴുതിയിട്ട് അത് കറക്റ്റ് ആൻസർ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വെക്കാം. ജനറൽ ഡിസിപ്ലിൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആട്ടോ, നമ്മുടെ ITI അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഒരു ജനറൽ ഡിസിപ്ലിനിൽ വരുന്ന കാറ്റഗറി ഏതാണെന്ന് ചോദിക്കുന്നത്. ഒന്നാമത്തെ കീപ് ദി ഫ്ലോർ ആൻഡ് ഗാങ് വേ ക്ലീൻ. നമുക്ക് ജസ്റ്റ് വിചാരിക്കും, നമ്മൾ രാവിലെ സ്കൂൾ അടിച്ച് വൃത്തിയാക്കാറുണ്ട്, അതായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്യും, പക്ഷേ അല്ല കറക്റ്റ് ആൻസർ. നോക്കി നോക്കാം. അവോയ്ഡ് പൊല്യൂട്ടിങ് എൻവിയോൺമെൻറ്റും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ എന്താ ബന്ധം നമ്മൾ വിചാരിക്കും, പക്ഷേ ഇതാണ് കറക്റ്റ് ആൻസർ. അവോയ്ഡ് പൊല്യൂട്ടിങ് എൻവിയോൺമെൻറ്റാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാലിക്കേണ്ട ജനറൽ ഡിസിപ്ലിന്. ഇനി യൂസ് കറക്റ്റ് ടൂൾസ് ഫോർ ദി ജോബ്. ഇത് വർക്ക്ഷോപ്പിലാണ്, ഒന്നാമത്തതും വർക്ക്ഷോപ്പിലാണ്. ഇനി മൂന്നാമത്തെ ഡി കീപ് ദി ടൂൾസ് അറ്റ് ദയർ പ്രോപ്പർ. ഇതെല്ലാം വർക്ക്ഷോപ്പ് ഡിസിപ്ലിനാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ വരിക, ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കി വരാം. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് കറക്റ്റാണെന്ന് വിചാരിക്കും, പക്ഷേ അത് റാങ്ക് മേക്കിംഗ് ആയിട്ട് എന്ത് ചെയ്യും, മാറാറുണ്ട് കേട്ടോ. നോക്കി നോക്കൂ. ജനറൽ ഡിസിപ്ലിൻ ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ ആണോ? ഒന്നാമത്തെ ഡു നോട്ട് ആർഗ്യുമെൻറ്റ് വിത്ത് അതേഴ്സ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഡു നോട്ട് അൺനെസറിലി ഇൻ്റർഫിയർ ഇൻ അതേഴ്സ് ആക്ടിവിറ്റി, ഡു നോട്ട് മേക്ക് പേപ്പർ. നോക്കി നോക്കൂ കേട്ടോ, ഈ ഒരു പോയിന്റ് നോക്കി നോക്കൂ. കീപ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിമൈസസ് നീറ്റ് ആൻഡ് ക്ലീൻ, അവോയ്ഡ് പൊല്യൂട്ടിങ് ദി എൻവിയോൺമെൻറ്റ്. കണ്ടോ, എത്രത്തോളം ഡീപ്പായിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കണ്ടോ. ഓക്കെ ആണോ? കീപ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിമൈസസ് നീറ്റ് ആൻഡ് ക്ലീൻ, അവോയ്ഡ് പൊല്യൂട്ടിങ് ദി എൻവിയോൺമെൻറ്റ്. ഓക്കെ ആണോ? അതുപോലെ ആൾവേസ് അറ്റൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് വെൽ ഡ്രസ്ഡ് ആൻഡ് ഗുഡ് ഫിസിക്കൽ അപ്പിയറൻസ്. ഇതെല്ലാം ഈ ഒരു ക്വസ്റ്റിനും മുമ്പ് കണ്ടിട്ടുണ്ട്, ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോയിന്റ് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇനി നമ്മളേതാണ്, നമുക്ക് എന്താ വർക്ക്ഷോപ്പ് ഡിസിപ്ലിനിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് അറിയുണ്ടാവില്ലേ. കീപ് ദ ഫ്ലോർ ആൻഡ് ഗാങ് വേ ക്ലീൻ, അതുപോലെ തന്നെ മൂവ് വിത്ത് കെയർ ഇൻ വർക്ക്ഷോപ്പ്, ഡു നോട്ട് റൺ, ഡോണ്ട് ലീവ് ദി മെഷീൻ വൈസ് ഇൻ മോഷൻ, ഡോണ്ട് ടച്ച് or handle any equipment machine unless authorized to do so, don't work under suspended load, don't cut practical jokes while on work, use the correct tools for job. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതാണ് നമുക്ക് പെട്ടെന്ന് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് തന്നെ കീപ് ദി ക്ലീൻ എന്നൊക്കെ അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ അടുത്ത ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആട്ടോ, 5S ജപ്പാനീസ് മെത്തഡോളജിയാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് സിരി, എൻ്റെ ഇംഗ്ലീഷ് സോട്ട് എന്നാണ്. രണ്ടാമത്തെ സെയ്റ്റോൺ സെറ്റ്, സിസോ ഷൈന്. നാലാമത്തെ സിഗേസ് ടു സ്റ്റാൻഡർഡൈസ്. അഞ്ചാമത്തെ ഷിസുഗെ സസ്റ്റെയിൻ. ഈ ഒരു വീൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് കേട്ടോ. ഇതും ബെനഫിറ്റ് ഓഫ് 5S സിസ്റ്റം അതും ചോദിക്കാറുണ്ട്. 5S സിസ്റ്റം നമ്മളൊരു വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂടും, അതിൻ്റെ ക്വാളിറ്റി കൂടും, അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ അതും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇംപ്രൂവ് മൊറൽ ഓഫ് ദി വർക്ക്, ഇറ്റ് റെഡ്യൂസസ് ആക്സിഡൻറ്റ്, ഇറ്റ് ഗിവ് സാറ്റിസ്ഫാക്ഷൻ ടു കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ തരും, ഇറ്റ് ഇനാബിൾ ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ്, ബെറ്റർ ഹൈജീനിക് കണ്ടീഷൻ ലീഡിങ് ടു ഇംപ്രൂവ്ഡ് ഹെൽത്ത്. ഇത് പ്ലംബറിൻ്റെ എക്സാമിന്, ജൂനിയർ സ്റ്റേറ്റ് പ്ലംബറിൻ്റെ എക്സാമിന്, 2 എക്സാമിന്, ഒരുപാട് ഓവർസിയറിൻ്റെ എക്സാമിനൊക്കെ ഇത് ഈ 5S ഒന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഹൗസ് കീപ്പിംഗ്. സിമ്പിളാണ്, എന്താണ്, ബി ആൻഡ് ക്ലീൻ ഫ്ലോറിംഗ് ആണ് കറക്റ്റ് ആൻസർ കഴിഞ്ഞാൽ. ഹൗസ് കീപ്പിങ്ങിൽ ഒരു കാര്യം, ഡിം ലൈറ്റിംഗ് അല്ല, ഇംപ്രോപ്പർ മെയിൻ്റെനൻസ് അല്ല, ഇംപ്രോപ്പർ സ്റ്റോർ. ഇത് ജസ്റ്റ് സിമ്പിൾ ഇംഗ്ലീഷ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഇനി അഞ്ചാമത്തെ, വാട്ട് ഈസ് നെയിം ഓഫ് PPE. എന്താണ്, സിമ്പിളാണല്ലേ, ഏതാണ്, ആപ്പ് ഓൺ ആണ് വരിക. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ സേഫ്റ്റി പ്രിക്കോഷൻ ഒബ്സർവ്ഡ് ഇൻ എ കാർപ്പൻട്രി വർക്ക്ഷോപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഈ ഭാഷ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് സേഫ്റ്റി പ്രിക്കോഷൻ ഒബ്സർവ്ഡ് ഇൻ എ കാർപ്പൻട്രി വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വുഡ് വർക്ക് വർക്ക്ഷോപ്പ്. ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, വിയർ ലൂസ് ക്ലോത്തിങ് അല്ലേ. നമുക്ക് പ്ലെയിനർ ഉണ്ടാവും, സാൻഡർ ഉണ്ടാവും, കട്ടർ ഉണ്ടാവും, ഡ്രിൽ ഉണ്ടാവും. അപ്പോൾ ലൂസ് ക്ലോത്തിങ് അതൊരു നെഗറ്റീവാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരിക. സെക്യൂർ ദ വർക്ക് പീസ് റിജിഡ്ലി ബിഫോർ കട്ടിങ്. ഇത് നല്ലൊരു പോയിൻ്റ് അല്ലേ. നമ്മൾ
പ്ലെയിനറിലോ അല്ലെങ്കിൽ കട്ടറിലോ ഡ്രില്ലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ഹോൾഡിങ് ഡിവൈസസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫേമിലി റിജിഡ്ലി സെക്യൂർ ചെയ്യണം. അപ്പോൾ ബി കറക്റ്റ് ഓപ്ഷനാണ്. നമുക്ക് ബാക്കി ഓപ്ഷൻ കൂടി നോക്കാം. ഹോൾഡ് ഷാർപ്പനിങ് ടൂൾസ് ഇൻ ഹാൻഡ് ലൂസ്ലി. അത് തെറ്റാണ് കേട്ടോ. ഷാർപ്പനിങ് ടൂൾസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കയ്യിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല, ലൂസ്ലി എന്നാണ് കേട്ടോ. അവോയ്ഡ് സേഫ്റ്റി ഗോഗിൾസ്, അവോയ്ഡ് എന്നാണ്, അവോയ്ഡ് സേഫ്റ്റി ഗോഗിൾസ്. അപ്പോൾ കറക്റ്റ് ആൻസർ അതാ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കി വരാം. ഇതാണ് കേട്ടോ സേഫ്റ്റിയുടെ കുറച്ച് കാര്യങ്ങളുണ്ടോ. ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രി നോക്കി നോക്കൂ കേട്ടോ. ഗിവ് ഓൾ യുവർ അറ്റൻഷൻ ടു ദി ജോബ് ആൻഡ് ഡോണ്ട് ഡിസ്ട്രാക്ട് അതേഴ്സ്. ബി സെൻസിബിൾ ഇൻ യുവർ ബിഹേവിയർ. ഡോണ്ട് പ്ലേ വിത്ത് അതർ ടൂൾസ് വിത്ത് ഹാൻഡ് ടൂൾസ് ആണ്. ഡോണ്ട് പ്ലേ വിത്ത് ഹാൻഡ് ടൂൾസ് എന്നാട്ടോ. അതുപോലെ തന്നെ ക്യാരി ടൂൾസ് വിത്ത് പോയിൻറ്റഡ് എൻഡ് ഡൗൺ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ്. പോയിൻ്റ് ചെയ്തിട്ട് എൻഡ് ചെയ്യണം, അടിയിക്കാക്കിയിട്ട് പിടിക്കണം. ഇനി വെൻ യു ഫിനിഷ് വർക്കിംഗ് വിത്ത് എ ടൂൾ ക്ലീൻ ഇറ്റ് ആൻഡ് റിട്ടേൺ ഇൻ ടു ദി ടൂൾ ബോക്സ്. നെവർ ത്രോ ഓർ ഡ്രോപ്പ് ടൂൾസ്. കീപ് ദി പ്ലേസ് ടൈഡി. എ വർക്ക് വിത്ത് സ്കാറ്റേർഡ് വിത്ത് ടൂൾസ് ഈസ് ഡേഞ്ചറസ്. മെയിൻറ്റെയിൻ യുവർ ടൂൾസ്. വർക്ക് ഓൺലി വിത്ത് ക്ലീൻ ആൻഡ് ഷാർപ്പ് ടൂൾസ്. വർക്ക് ഓൺലി വിത്ത് ക്ലീൻ ആൻഡ് ഷാർപ്പ് ടൂൾസ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഗുഡ് ക്വാളിറ്റി വെൽ മെയിൻറ്റെയിൻ ടൂൾ ക്യാൻ ഡു ഹാഫ് ദി വർക്ക് ഫോർ യു. നല്ല ടൂളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് വർക്ക് ചെയ്യും. ഇനി അടുത്തത് ആൾവേസ് അവോയ്ഡ് ലൂസ് ക്ലോത്തിങ്. കണ്ടോ, ഇതെന്നാണ് നമുക്ക് ടെസ്റ്റായി ചോദിച്ചത്. ഇനി രണ്ടാമത്തെ ടൂൾസ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ഷുഡ് ആൾവേസ് ബി കെപ്റ്റ് ഇൻ ദയർ റെസ്പെക്റ്റീവ് പ്ലേസസ്. ഫുൾ സ്റ്റോപ്പ്. ദേ ഷുഡ് നോട്ട് ബി അലൗഡ് ടു ബി സ്കാറ്റേർഡ് ഓൺ ദി വർക്ക് പ്ലേസ്. ദി ടൂൾസ് ഷുഡ് ആൾവേസ് ബി കെപ്റ്റ് വെൽ ഷാർപ്പൻഡ്. സിൻസ് അതായത് ടൂൾസിൻ്റെ കാര്യം നീറ്റായിരിക്കണം, ഷാർപ്പായിരിക്കണം. നമ്മൾ കുറേ മുന്നേ പറഞ്ഞതാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു, ഒരു വട്ടം വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ ഒരു തവണ എന്ത് ചെയ്യുക, വായിക്കുക. ഓക്കെ ആണോ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഇനി ഇവിടെ അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒന്നാമത്തെ, നെവർ ട്രൈ ടു ഫീഡ് ദി സ്റ്റോക്ക് ഫാസ്റ്റർ ദാൻ ദി കട്ടിംഗ് കപ്പാസിറ്റി ഓഫ് ദി മെഷീൻ ആൻഡ് ആൾവേസ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു യൂസ് എ പുഷ് സ്റ്റിക്ക്. നമ്മൾ ഫസ്റ്റ് കാർപ്പൻ്ററുടെ ക്ലാസ്സിൽ പറഞ്ഞ പുഷ് സ്റ്റിക്ക് എന്താണെന്ന് അല്ലേ. നമുക്കിപ്പോൾ വർക്ക് പീസ് ആ മെഷീനിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള വടിയാണ് ഇത് പുഷ് സ്റ്റിക്ക്. ഓക്കെ ആണോ? പുഷ് സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫോഴ്സ് ചെയ്യണം. രണ്ടാമത്തെ, വൈൽ വർക്കിംഗ് ഓൺ എ സർക്കുലർ സോ അവോയ്ഡ് ആൾവേസ് സ്റ്റാൻഡിങ് ഇൻ ലൈൻ വിത്ത് ദി പ്ലെയിൻ ഓഫ് ദി റൊട്ടേറ്റിംഗ് ബ്ലേഡ് ആൻഡ് ആൾവേസ് കീപ് ദി ഹാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദി ബ്ലേഡ്. നമ്മൾ ബ്ലേഡിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും, ബ്ലേഡ് പോകും. നമ്മളെ കൈ തള്ളവരൽ അങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടുന്ന് കൈയും നമ്മളെ ശരീരവും എന്ത് ചെയ്യണം, ആ പ്ലെയിൻ്റെ അവിടുന്ന് മാറ്റി നിൽക്കണം. ബിഫോർ സ്റ്റാർട്ട് ദി കട്ടിങ് അലോ ദി സോ ടു അറ്റൈൻ ദി ഫുൾ സ്പീഡ്. അതായത് കട്ട് തുടങ്ങുന്നതിന് മുന്നേ വർക്ക് പീസിൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, കട്ടർ ഓൺ ആക്കരുത്. ഓക്കെ, ഫുൾ സ്പീഡിലെത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഫീഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്തത്, അഡ്ജസ്റ്റ് ദി ഗേർഡ്സ് പ്രോപ്പർലി ബിഫോർ യൂസിങ് എ ബാൻഡ്സോ. നമ്മൾ ബാൻഡ്സോ ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, അതിൻ്റെ ഗേഡ്സ് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി അടുത്തത്, ഫീഡ് ദി സ്റ്റോക്ക് ഡയറക്ട്ലി അഗെയിൻസ്റ്റ് ദി മൂവിങ് ബാൻഡ് ആൻഡ് ഡു നോട്ട് പ്രസ് ഫ്രം സൈഡിൽ നിന്ന് പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി അഗെയിൻസ്റ്റ് ആയിട്ടാണ് കൊടുക്കുക. ഇനി അടുത്തത്, ലൈത്തിൽ വുഡ് വർക്ക് അല്ലെങ്കിൽ വുഡ് ടേണിങ് ലൈത്ത്, അങ്ങനെ സ്പീഡ് ലൈറ്റ് ആണ് കേട്ടോ, ഒരു സ്പീഡ് ലൈത്താണത്. ദി ജോബ് ഷുഡ് ബി പ്രോപ്പർലി ഹെൽഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. ഡെഡ് സെൻറ്ററിലും ലൈഫ് സെൻറ്ററിലും ഇടയിൽ എന്ത് ചെയ്യണം, നല്ല പ്രോപ്പറായിട്ട് സാധനം വർക്ക് പീസ് വെക്കണം. ദി ടൂൾ റെസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി അഡ്ജസ്റ്റ് ടു കറക്റ്റ് ഹൈറ്റ് ആൻഡ് ക്ലോസ് ടു ദി വർക്ക്. സിമ്പിളാണ്, നിങ്ങൾ നോക്കുക. അവോയ്ഡ് യൂസ് ഓഫ് സ്റ്റോക്ക് വിത്ത് നോട്ട് ഒരു ഡിഫക്റ്റാണ് കേട്ടോ, നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. 7th ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. വിച്ച് ട്രീ ഗ്രോസ് ന്യൂ ലെയേഴ്സ് ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ദി ട്രങ്ക്. ഈ ട്രങ്കിൻ്റെ ഔട്ട്സൈഡിലേക്ക് സെല്ലുകൾ കൂട്ടി വെച്ചിട്ട് വളർന്നു ട്രീനെ വിളിക്കുന്ന പേര് എൻഡോജീനസ് ആണോ, കോണിഫേഴ്സ് ആണോ, എക്സോജീനസ് ആണോ, നാരോ ലീവ്സ് ട്രീ ആണോ? സിമ്പിൾ ചോദ്യമാണ്. കറക്റ്റ് ആൻസർ ഏതാ വരിക, എക്സോജീനസ് ഇല്ലേ, പുറത്തോട്ടാണ് ഇല്ലേ, അതുകൊണ്ട് തന്നെ എക്സോജീനസ്. നമുക്കൊന്ന് നോക്കി നോക്കാം. 20 endogenous trees. Endogenous trees are those with grow എൻഡിവാർഡ് അല്ലേ, എൻഡിവാർഡാണ് ഗ്രോ ചെയ്യുക. എങ്ങനെയാണ് എൻഡിവാർഡ് ഗ്രോ ചെയ്യുക? ബൈ ഡെപ്പോസിറ്റിംഗ് ഈച്ച് ട്രീ ലെയർ ഇൻറ്റേർണലി. ഓരോ ലെയറും ഇൻറ്റേർണലി ഡെപ്പോസിറ്റ് ചെയ്യും. മാത്രമല്ല, ദി വെർട്ടിക്കൽ ഗ്രോത്ത് ഓഫ് ആൻ എൻഡോജിനസ് ട്രീ ഈസ് ജനറലി ഇൻ ദി ഫോം ഓഫ്, നമ്മൾ കവുങ്ങ്, തെങ്ങ്, മുള, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും,
ഒരു വട്ടം ഓരോ കൊല്ലം ഓരോ വട്ടം ഇങ്ങനെ ആഡ് ചെയ്യും അല്ലേ, അതാണ് പറയുന്നത്. ഇൻ ദി ഫോം ഓഫ് ലിങ്ക് അറ്റാച്ച്ഡ് എൻഡ് ടു എൻഡ് വിത്ത് എ നോട്ട് ഇൻ ബിറ്റ്വീൻ ടു ലിങ്ക്സ്. അതാണ് അങ്ങനെ ഉള്ള ട്രീ ആണിത്, എൻഡോജീനസ്. ഉദാഹരണം എന്താ, മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് എൻഡോജീനസ് ട്രീസ് ബാംബു, പാം, കോക്കനട്ട് ട്രീ. ലീവ്സ് ഓഫ് ദീസ് ട്രീസ് നീഡിൽ ഷേപ്പ് അല്ലേ, കവുങ്ങിൻ്റെ തെങ്ങിൻ്റെ മുളടൊക്കെ എന്തായിരിക്കും, നല്ല കൂർത്ത് വരുന്ന ഒരു നീഡിൽ ഷേപ്പ് ആയിരിക്കും. എക്സോജീനസ് ട്രീ, ദോസ് ട്രീ വിത്ത് ഗ്രോ ഔട്ട്വാർഡ് ബൈ അഡീഷൻ ഓഫ് ന്യൂ ലെയേഴ്സ് ഓഫ് വുഡ് ദി ഔട്ട്സൈഡ് ഓഫ് ദി ട്രീ ട്രങ്ക് ആൻഡ് ബ്രാഞ്ചസ്. പുറത്തോട്ടാണ് എന്ത് ചെയ്യുക, ഇവർ വളരുക. ലീവ്സ് ഓഫ് ദീസ് ട്രീസ് ബോർഡ് ഷേപ്പില്ലേ, നമ്മുടെ തേക്കിൻ്റെ അതുപോലെ തന്നെ അതെല്ലാം ഇച്ചിരി പരന്നും കൊണ്ടായിരിക്കും. ലീവ്സ് ഓഫ് ദീസ് ട്രീസ് ഫാൾ ഇൻ ഓട്ടം, ഓട്ടറിൽ എന്ത് ചെയ്യും, അത് അതിൻ്റെ ഇല കൊഴിയും. ആൻഡ് ന്യൂ വൺസ് അപ്പിയേഴ്സ് ഇൻ സ്പ്രിംഗ് സീസണിൽ എന്ത് ചെയ്യും, പുതിയ ഇല തിളർത്തി വരും. ടിമ്പർ ഓഫ് ഫോർ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എക്സോജീനസ് ട്രീ ആണ്. ദി മോസ്റ്റ് കോമൺ എന്താണ്, ടേക്ക്, ദി അതർ സാല്, ഇതല്ല കേട്ടോ. അനദർ ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ടിമ്പർ എന്ത്, ഹാർഡ് വുഡും സോഫ്റ്റ് വുഡും. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നോക്കാം. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8, വിച്ച് ട്രീ ഹാസ് നീഡിൽ ഷേപ്ഡ് ലീവ്സ് ദാറ്റ് ഗ്രോ ഇൻ ടെമ്പറേച്ചർ റീജിയൻ ആൻഡ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ്. നമ്മളിപ്പോൾ വായിച്ചോളൂ അല്ലേ, ഏതാണ് നീഡിൽ ടൈപ്പ് ഇലയുള്ള മരം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ, ഏതാ? സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ്, അതുപോലെ തന്നെ ട്രൂ വുഡ്, ഡൂരമൻ വുഡ്. ഏതാണ്? സോഫ്റ്റ് വുഡാണ് കേട്ടോ കറക്റ്റ് ആൻസർ വരിക. അതിൻ്റെ ആൻസർ 8 സോഫ്റ്റ് വുഡാണ്. ഇത് ഇങ്ങനെ നമ്മളെ ചൂട് ഹൈ ആൾട്ടിറ്റ്യൂഡിലും അതുപോലെ തന്നെ ടെമ്പറേച്ചർ റീജിയനിൽ വളരുന്ന നീഡിൽ ഷേപ്പ്ഡ് ലീവായിട്ടുള്ളത് സോഫ്റ്റ് വുഡ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒന്ന് നോക്കാട്ടെ. 8ാമത്തെ ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് 9 കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം, 9ഉം 10ഉം നോക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ നോക്കാം. കാരണം ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ സെയിം ആണ്. 9, വിച്ച് പാർട്ട് ഓഫ് ദി വുഡ് പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഡിസ്ട്രോയിങ് ഏജൻസീസ്. പുറത്തുനിന്നുള്ള ഡിസ്ട്രോയിങ് ഏജൻസീസ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ മണ്ണ് തെറിക്കുക, അല്ലെങ്കിൽ ചളി തെറിക്കുക, ഇതിന്നൊക്കെ നമ്മളെ മരത്തിനെ സംരക്ഷിക്കുന്ന ഒരു കവചം ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഏതാണ്? തൊലിയാണില്ലേ, തൊലി. ഏതാ കറക്റ്റ് ആൻസർ? അതാ ബാർക്ക്, ബി ആണ് കേട്ടോ വരിക. പിത്ത് മരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. സി ആനുലർ റിങ്, ഓരോ കൊല്ലം റിങ് ആഡ് ചെയ്യുന്നതാണ്. മെഡുലറി റേ, അതെല്ലാം മരത്തിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. 10ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫുള്ളി ഡെവലപ്ഡ് വുഡ് ദാറ്റ് സറൗണ്ട് ദി പിത്ത്. പിത്തിൻ്റെ ചുറ്റും ഫുള്ളി ഡെവലപ്ഡ്, പിത്ത് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററാണ്, മരത്തിൻ്റെ സെൻറ്ററാണ്. അതിന് ചുറ്റും ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് ഇനി അത് വളരാനൊന്നുമില്ല, അപ്പോൾ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള സാധനത്തിന് എന്താ വിളിക്കുന്ന? സാപ്പ് വുഡ്, സോഫ്റ്റ് വുഡ്, ഹേർട്ട് വുഡ്, ലൈറ്റ് വുഡ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓപ്ഷൻ സി, ഹേർട്ട് വുഡ്. ഈ ചിത്രം ഒന്ന് കണ്ടോ, ഇതാണ് സെൻറ്റർ ഭാഗം. അതിൻ്റെ ചുറ്റും എന്താണ്? അത്യാവശ്യം നല്ല കാതൽ നമ്മൾ പറയില്ലേ, നല്ല വളർച്ച എത്തിയ മരമായിരിക്കും. അതിന് ചുറ്റും എന്തായിരിക്കും? സോഫ്റ്റ് ഭാഗമായിരിക്കും. സാപ്പ് വുഡ് എന്ന് പറയും, സാപ്പ് വുഡ് എന്ന് പറയും. അതിൻ്റെ പുറത്താണ് നമ്മൾ തൊലി 2 ഇന്നർ ബാർക്കും ഔട്ടർ ബാർക്കൊക്കെ ഉണ്ടാവും. ഓക്കെ ആണോ? നമുക്ക് അതൊന്ന് സ്ട്രക്ചർ നമുക്ക് നോക്കി നോക്കാം. Cross section of exogenous tree trunk and different parts of a tree. എക്സോജീനസ് ട്രീൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഛേദിച്ച് വെച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെ വരുന്നത് നമുക്ക് നോക്കി നോക്കാം. ചിത്രം നമുക്ക് ആദ്യമാണ് നോക്കാം കേട്ടോ. ചിത്രം കണ്ടോ നിങ്ങൾ? പുറത്ത് തൊലിയിലെ ബാർക്ക് എന്ന് വിളിക്കും. തൊലിയുടെ തൊട്ട് മുന്നിലുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? കാമ്പിയർ ലെയർ എന്ന് വിളിക്കാം. അതിന് മുമ്പുള്ള ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള വുഡ് നമുക്ക് എന്ത് വിളിക്കാം? സാപ്പ് വുഡ് എന്ന് വിളിക്കാം. കുറച്ചും കൂടി അങ്ങോട്ട് വരുമ്പോൾ ഹേർട്ട് വുഡ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ പോകുന്ന ലെയേഴ്സ് ഉണ്ട് നമ്മുടെ നരമ്പ് പോലെ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ മെഡുല്ലറി റേസ്. പിന്നെ ഓരോ കൊല്ലും ഓരോ വട്ടം അല്ലേ ഗ്രോത്ത് റിങ് ആഡ് ചെയ്യും. അതാണ് ഗ്രോത്ത് അല്ലെങ്കിൽ ആനുലർ റിങ്. സെൻട്രൽ ഭാഗത്ത് നമുക്ക് എന്ത് വിളിക്കും? പിത്ത് എന്ന് വിളിക്കും. നമുക്ക് നോക്കി നോക്കാം. പിത്ത് അല്ലെങ്കിൽ മെഡുല്ല, 2 വാക്കുണ്ട് കേട്ടോ, ചില പേരിന് 2 വാക്കുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ എന്താണ്? പിത്ത് ഓർ മെഡുല്ല, സെൻട്രൽ ഭാഗം അല്ലേ, നല്ല കറുത്ത ഡാർക്ക് സ്പോട്ട്. അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സിലിണ്ടർ ഓഫ് വുഡ് ഈസ് ദി പിത്ത് ഓർ ദി ഹേർട്ട് ഓഫ് ദി മെഡുല്ല. മെഡുല്ല അല്ലെങ്കിൽ പിത്ത് അല്ലെങ്കിൽ മെഡുല്ല. എത്ര ആയിരിക്കും അതിൻ്റെ ഡയാമീറ്റർ? 1.25 സെൻറ്റിമീറ്റർ, ഏകദേശം 1.5 സെൻറ്റിമീറ്റർ, 1.25 സെൻറ്റിമീറ്റർ കേട്ടോ. ബട്ട് സം ടൈം ബയർലി വിസിബിൾ, പക്ഷേ ചില ടൈമിൽ ബയറായാലേ അത് കാണത്തുള്ളൂ. നോക്കിയാണോ? ദിസ് ദി ഫൈബ്രസ് ടിഷ്യൂ റെപ്രസെൻറ്റിംഗ് ദി ഒറിജിനൽ സാപ്ലിംഗ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡാർക്കർ ഇൻ കളർ ദാൻ ദി റെസ്റ്റ് ഓഫ് ദി ട്രീ. Pith or medulla is
the center of the heart of the tree and forms a passage for the sap in the young tree. It varies the size and shape of different type of tree. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോം എ പാസേജ് ഫോർ ദി സാപ്പ് ഇൻ ദി യങ് ട്രീ. ചെറിയ മരമാകുമ്പോൾ അതിൻ്റെ സാപ്പിൻ്റെ പാസേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. പിത്ത് മെഡില്ല. കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ട്രൂ വുഡ് അല്ലെങ്കിൽ ഹേർട്ട് വുഡ്. ട്രൂ വുഡ് പറഞ്ഞാൽ എന്താ, ഈ പിത്തിൻ്റെ തൊട്ടടുത്തുള്ള ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള വളർച്ച എത്തിയ മരത്തിൻ്റെ ഭാഗമാണ് ട്രൂ വുഡ് അല്ലെങ്കിൽ ഹേർട്ട് വുഡ്. രണ്ട് പേരുണ്ട്, പിത്ത് മെഡില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് പേരുണ്ട്, ട്രൂ വുഡ് അല്ലെങ്കിൽ ഹേർട്ട് വുഡ്. ഇറ്റ് ഈസ് ദി ഫുള്ളി ഡെവലപ്ഡ് വുഡ് വിച്ച് സറൗണ്ട് ദി പിത്ത്. പിത്തിന് ചുറ്റുമുള്ള ഫുള്ളി ഡെവലപ്ഡ് വളർച്ച എത്തി, ഇനി അത് വളരാനില്ല. ഇറ്റ് ഈസ് കാൾഡ് ട്രൂ വുഡ്. ഇതിനെന്താ വിളിക്കും, ട്രൂ വുഡ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ഹേർട്ട് വുഡ് എന്ന് വിളിക്കും. ബിക്കോസ് ഇറ്റ് റീച്ച്ഡ് ദി സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി. ആൾക്ക് എന്ത് ചെയ്തു, മെച്യൂരിറ്റി ആയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി ടിമ്പർ ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ ഈസ് യൂഷ്വലി ഹേർഡ് ടേക്കൺ ഫ്രം ദിസ് പാർട്ട്. നമ്മൾ കാതൽ എന്നൊക്കെ പറയില്ലേ, നമ്മൾ തേക്കിൻ്റെ നല്ല കാതലിൻ്റെ മരം എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് എടുത്താലാണ് എന്ത് ചെയ്യുക, അതിനെ കാതൽ എന്ന് വിളിക്കുക. ഓക്കെ ആണോ. ട്രൂ വുഡ് ഈസ് ഡാർക്കർ ഇൻ കളർ. അതുകൊണ്ട് തന്നെ കറക്റ്റ് പക്ക ഡാർക്കർ ആയിരിക്കും. ആൻഡ് മോർ ഡ്യൂറബിൾ ഹാർഡർ ദാൻ ദി സാപ്പ് വുഡ്. അത് നല്ല ഡ്യൂറബിൾ, കുറേ കാലം ഏട് നിൽക്കും. മാത്രമല്ല സാപ്പ് വുഡ് സോഫ്റ്റ് ആയിരിക്കും, അതിൻ്റെ കളർ ലൈറ്റ് ആയിരിക്കും. സാപ്പ് വുഡിൽ ലൈറ്റ് ആയിരിക്കും, പക്ഷേ ഹേർട്ട് വുഡ് എന്തായിരിക്കും, നല്ല ഡാർക്കർ ആയിരിക്കും, കുറേ കാലം ഏട് നിൽക്കും. ഇറ്റ് ഇൻഡിക്കേറ്റ് ഡെഡ് പോർഷൻ ഓഫ് ദി ട്രീ സജസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആക്റ്റീവ് പാർട്ട് ഇൻ ദി ഗ്രോത്ത് ഓഫ് ദി ട്രീ. അത് ജസ്റ്റ് ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച എത്തിക്കഴിഞ്ഞു, ഇനി അതിനൊരു ആക്റ്റീവ് ഒരു റോളില്ല അതിന്. ഓക്കെ ആണോ. ഹേർട്ട് വുഡ് ഈസ് ദി ഇന്നർ മോസ്റ്റ്. ഇനി അടുത്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഹേർട്ട് വുഡ് നോക്കാം. ഹേർട്ട് വുഡ് നോക്കാം കേട്ടോ. ഇത് ട്രൂ വുഡ് അല്ലെങ്കിൽ ഹേർട്ട് വുഡ് എന്ന് വിളിക്കും. ഇനി ആൾ ട്രീ ആഫ്റ്റർ പീരീഡ് യൂസ്ഫുൾ ലൈഫ് ദി ലിവിങ് പാർട്ട് അൾട്ടിമേറ്റ്ലി ഡേ. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല, കുറേ കാലം കഴിഞ്ഞാൽ അതിന് ആവശ്യമില്ല. നമുക്കിനി സാപ്പ് വുഡ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചു പിത്ത് അല്ലെങ്കിൽ മെഡുല്ല. അതിന് ചുറ്റും പൂർണ്ണ വളർച്ച എത്തിയ നമ്മുടെ മരത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിളിക്കുക ഹേർട്ട് വുഡ് അല്ലെങ്കിൽ ട്രൂ വുഡ് എന്ന് വിളിക്കുക. ഇനി അതിന് ചുറ്റുമുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ ഭാഗത്തിന് എന്ത് വിളിക്കണം, നമ്മൾ സാപ്പ് വുഡ് എന്ന് വിളിക്കണം. ഓക്കെ ആണോ. ദിസ് ദി ഓഫ്റ്റർ സറൗണ്ട് ദി ട്രൂ വുഡ്. ആദ്യം പിത്ത് മെഡുല്ല, അത് കഴിഞ്ഞാൽ ട്രൂ വുഡ് അല്ലെങ്കിൽ ഹേർട്ട് വുഡ്, അത് കഴിഞ്ഞ് എന്ത് വിളിക്കും, സാപ്പ് വുഡ് എന്ന് വിളിക്കും. ഓക്കെ ആണോ. സാപ്പ് വുഡ് ഇറ്റ് ഈസ് സോഫ്റ്റർ ആൻഡ് ലൈറ്റർ ഇൻ കളർ. ആസ് ദി ട്രീ ഗ്രോസ് ദി സാപ്പ് വുഡ് വിൽ ഹാർഡർ ആൻഡ് മെച്ചർ ഇൻ ടു ട്രൂ വുഡ്. മരം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, എന്ത് ചെയ്യും, ഈ സാപ്പ് വുഡ് എന്ത് ചെയ്യും, വളർന്ന് അവസാനം ഹേർട്ട് വുഡിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഓയിങ് ദി സീറ്റ് ഫുഡ് സ്റ്റോർഡ് ഇറ്റ് ഈസ് ലയബിൾ ടു അറ്റാക്ക് ബൈ ഇൻസെക്ട് പെസ്റ്റ്. നമ്മളെ ചെതൽ, പുഴുക്കൾ, ചില ഇഴഞ്ഞു പോകുന്ന മരത്തിൻ്റെ ഉള്ളിലൊക്കെ കാണില്ല, മഞ്ഞപ്പുഴു, അതെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് ഈ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഭാഗമായിട്ടുള്ള സാപ്പ് വുഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ട്രീസ് കട്ട് ഡൗൺ ബിഫോർ മെച്യൂരിറ്റി ഹാവ് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് സാപ്പ് വുഡ്. വളർച്ച എത്തുന്നതിന് മുന്നേ മരം കട്ട് ചെയ്താൽ എന്ത് ചെയ്യും, അതിൽ ട്രൂ വുഡ് കമ്മിയായിരിക്കും, ഫുള്ള് സാപ്പ് വുഡ് ആയിരിക്കും. ഇറ്റ് ഹാസ് ആക്റ്റീവ് പാർട്ട് ഇൻ ദി ഗ്രോത്ത്. കാരണം അത് ഭക്ഷണം അല്ലെങ്കിൽ സാപ്പ് കൊണ്ടുപോകുന്ന ഒരു മീഡിയ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാൾക്ക് നല്ല റോളുണ്ട്. ഓക്കെ ആണോ. ഇറ്റ് ആക്റ്റീവ് പാർട്ട് ഇൻ ദി ഗ്രോത്ത് ഓഫ് ദി ട്രീ ആസ് സാപ്പ് മൂവ് ഇൻ ആൻ അപ്വേർഡ് ഡയറക്ഷൻ ത്രൂ ഇറ്റ്. ആയിക്കൂടെയാണ് എന്ത് ചെയ്യുക, ഫുഡ് ഇങ്ങനെ കൊണ്ടുപോകാം സാപ്പ്. നെക്സ്റ്റ് കാമ്പിയർ ലെയർ. കാമ്പിയർ ലെയർ ഇറ്റ് ഈസ് ദി ലെയർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇമ്മീഡിയറ്റ്ലി ബെനീത്ത് ദി ബാർക്ക്. ബാർക്കിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കാമ്പിയർ ലെയർ. ഇറ്റ് ഫോം ന്യൂ ബാർക്ക് ഓൺ ദി ഔട്ട്സൈഡ് ആൻഡ് ന്യൂ സാപ്പ് വുഡ് ഓൺ ദി ഇൻസൈഡ് ഓവർ ദി ലാസ്റ്റ് ഇയേഴ്സ് ഗ്രോത്ത് ആൻഡ് ഫെഡ് ബൈ ദി ഫുഡ് ബോർഡ്. അത് ഈ തൊലിയുടെ തൊട്ട് മുന്നുള്ള ആളാണ് ആര്, കാമ്പിയർ ലെയർ. കാമ്പിയർ ലെയറിൻ്റെ മുന്നുള്ള ആളാണ് ആര്, നമ്മുടെ സാപ്പ് വുഡ്. അപ്പോൾ ഈ കാമ്പിയർ ലെയർ എന്ത് ചെയ്യും, പുതിയ തൊലി ഉണ്ടാകും, പുതിയ സാപ്പ് വുഡും ഉണ്ടാകും. അതാണ് പറയുന്നത് കേട്ടോ. ഇനി ഇറ്റ് കനോട്ട് ബി സീൻ വിത്തൗട്ട് മൈക്രോസ്കോപ്പ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതാക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫെഡ് ബൈ ദി ഫുഡ് ബോർഡ് ഡൗൺ ഫ്രം ലീവ്സ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ സാപ്പ് വുഡ് ഓൺ ദി ഇൻസൈഡ് ഓവർ ദി ലാസ്റ്റ് ഇയേഴ്സ് ഗ്രോത്ത് ആൻഡ് ഈസ് ഫെഡ് ബൈ ദി ഫുഡ് ബോർഡ് ഡൗൺ ഫ്രം ദി ലീവ്സ് ത്രൂ ദി ഇന്നർ ലെയർ ഓഫ് ദി ബാർക്ക്. ഇനി അടുത്ത തൊലി, ബാർക്ക്. ദി ഔട്ടർ മോസ്റ്റ് ലെയർ ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്ഷ്ഡ് ബൈ ഈസ് ദി ബാർക്ക്. നല്ല വിണ്ട് കയറുന്ന പോലെ നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ ബാർക്ക്. ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി ബാർക്ക് ഈസ് ടു ഗിവ് പ്രൊട്ടക്ഷൻ ടു സോഫ്റ്റ് ടിഷ്യൂസ് ഓഫ് വുഡ്. ഇതാണ് ബാർക്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഇതെന്നാണ് ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടതില്ലേ. ദി ബാർക്ക് ക്യാൻ ബി സീൻ ഇൻ എ ഫ്രഷ്ലി കട്ട് ഔട്ട് പീസ് ആസ് ദി ഇന്നർ ബാർക്ക് ആൻഡ് ഔട്ടർ ബാർക്ക്. നമ്മൾ മരം മുറിച്ചതിന് എന്ത് ചെയ്യും, പുറത്ത് നല്ല വിണ്ട് കയറിയ ഒരു തൊലി ഉണ്ടാവും, അതിൻ്റെ തൊട്ടടിയിൽ എന്തുണ്ടാവും, പുതിയൊരു തൊലി ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്റ്റിങ്ഷൻ ആയിട്ട് എന്ത് ചെയ്യുക, കാണാം. നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്യൂലേ, റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഓടും. അതായത് പുറത്ത് തൊലി ഉണ്ടാവും, ഉള്ളിൽ വേറൊരു തൊലി ഉണ്ടാവും. ഇനി ദി ഔട്ടർ ബാർക്ക് ഈസ് ഹാർഡ് ആൻഡ് ടഫ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് ദി വുഡ് ഫ്രം ദി എക്സ്റ്റേണൽ ഡിസ്റ്റോറിങ് ഏജൻസീസ്. ദി ബാർക്ക് ഈസ് നോർമലി റിച്ച് ഇൻ റെസിനസ് മെറ്റീരിയൽസ് ആൻഡ് ഡൈസ്.
അതിൽ ഡൈയും റെസിനസ് മെറ്റീരിയലും ഉണ്ടാവും. ഇതും ഇമ്പോർട്ടൻ്റ്. ഈ ലാസ്റ്റ് രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ആനില റിങ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആനില റിങ് അവർ ലെയേഴ്സ് ഓഫ് വുഡ് യൂഷ്വലി ഫോംഡ് ഈച്ച് ഇയർ ആൻഡ് ഓരോ കൊല്ലത്തിലാണ് എന്ത് ചെയ്യുക ഓരോ റിങ് ആഡ് ചെയ്യുക കേട്ടോ. ആ മേ ബി സീൻ ഇൻ മോസ്റ്റ് വുഡ് ഇൻ ബോത്ത് ട്രൂ വുഡ് ആൻഡ് സാപ്പ് വുഡ്. ട്രൂ വുഡിലും സാപ്പ് വുഡിലും എന്തുണ്ടാവും ആനില റിങ് ഉണ്ടാവും. ദി നമ്പർ ഓഫ് റിങ്സ് ഇൻ എ ട്രീ ഇൻഡിക്കേറ്റ് ദി ഏജ് ഓഫ് ദി ട്രീ. ഇതും PSC ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോമൺ PSCക്കും ജനറൽ PSCക്കും ടെക്നിക്കൽ PSCക്കും എല്ലാം ചോദിക്കുന്നതാണ്. ദി നമ്പർ ഓഫ് റിങ്സ് ഇൻ എ ട്രീ ഇൻഡിക്കേറ്റ് ദി ഏജ്. അതിൻ്റെ പ്രായം എന്ത് ചെയ്യും കാണിക്കും. ഇനി എന്താണ് മെഡുലറി റേസ് ഇല്ലേ. ദീസ് ആർ ദി റോ ഓഫ് ബിൽഡ് ഓഫ് സെൽസ് റണ്ണിങ് റേഡിയലി ഫ്രം കാമ്പിയർ ലെയർ ടു ദി പിത്ത്. കാമ്പിയർ നമ്മൾ ബാക്കിയുടെ തൊട്ട് മുന്നിലുള്ള ആളെന്ത് വിളിച്ചു കാമ്പിയർ ലെയർ വിളിച്ചില്ലേ. ഏറ്റവും നടുവിലുള്ള ആളെ എന്ത് വിളിച്ചു പിത്ത് ഓർ മെഡുല്ല. അപ്പോൾ പിത്തുനിന്ന് മെഡുല്ലേക്ക് പോകുന്ന ആ നരമ്പ് പോലെയുള്ളതിനെ അല്ലേ. ഈ പിത്തുനിന്ന് നമ്മുടെ കാമ്പിയർ ലെയറിലേക്ക് പോകുന്ന ഇങ്ങനെയുള്ള റേസ് അതാണ് നരം പോലെ പോകുന്നതാണ് ഇത് മെഡുലറി റേസ്. ദേ സെർവ് ടു ദി സ്റ്റോർ ദി സാപ്പ് വുഡ് ആൻഡ് കൺവേ ഇറ്റ് ടു ദി ഇന്നർ ഗ്രോത്ത്. അത് ഫുഡിനെ എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യുകയും ചെയ്യും കൺവേ ചെയ്യുകയും ചെയ്യും. ദേ ആൾസോ ടെൻ ടു ദി ഫൈൻഡ് ദി ഗ്രോത്ത് റിംഗ് ടു ദി ടുഗദർ. ദേ ആൾസോ ടെൻ ടു ഫൈൻഡ് ദി ഗ്രോത്ത് റിംഗിന് എന്ത് ചെയ്യും ടുഗദർ ആയിട്ട് നിർത്താനും. ഇനി അടുത്ത് എന്ത് ചെയ്യുക ഈ ഒരു ടേബിളും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹാർഡ് വുഡും സോഫ്റ്റ് വുഡും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഹാർഡ് വുഡ് ഗ്രോ ഔട്ട്വേർഡാണ്, ഗ്രോ ഇൻവേർഡാണ്, ബ്രോഡ് ലീവ്സ് ആണ്, ലെങ്തി നീഡിൽ ഷേപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. സിമ്പിളാണ് കേട്ടോ. ഈ ഒരു കള്ളിയിൽ നിന്ന് ഞാൻ പറയുന്നു മിനിമം 2 മാർക്കിന് ഈ ഒരു കള്ളിയിൽ നിന്ന് മാത്രം ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടാവും. മിനിമം 2 മാർക്കിന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. എന്താണ് പിത്ത് ഓർ മെഡുല്ല അല്ലേ. അത് ഇവിടെ ഹാർഡ് വുഡ് അല്ലെങ്കിൽ ഹേർട്ട് വുഡ് അല്ലെങ്കിൽ ട്രൂ വുഡ് അത് പിത്തിന് ചുറ്റും സറൗണ്ട് ചെയ്ത്. സാപ്പ് വുഡ് ആണ് ഈ ഭാഗം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും കാമ്പിയർ ലെയർ ബാർക്ക് ഏതായിരിക്കും സാപ്പ് വുഡാണ് കേട്ടോ കറക്റ്റ് ആൻസർ വരിക. ഇനി 12 വിച്ച് ടൈപ്പ് ഓഫ് വുഡ് ഹാസ് ബ്രോഡ് ലീവ്സ്. ബ്രോഡ് ലീവ്സ് ഉള്ള മരം ഏതാണെന്ന്. സാപ്പ് വുഡ്, സോഫ്റ്റ് വുഡ്, തിൻ വുഡ്, ഹാർഡ് വുഡ്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക ഹാർഡ് വുഡിനാണ് കേട്ടോ. തേക്ക്, മഹാഗണി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. 13 വിച്ച് ട്രീ ഹാസ് ഷോർട്ട് ട്രങ്ക് ആൻഡ് ലാർജ് ബ്രാഞ്ച്. അത് ഉയരണ്ടാവത്തില്ല, തടിക്ക് നീളം ഉണ്ടാവത്തില്ല, പക്ഷേ ബ്രാഞ്ചുകൾ ഒരുപാടുണ്ടായിരിക്കും. അത് ഏത് വുഡാണ്. തീക്ക്, ബബിൾ, ബാമ്പു, ശിശം. ബാമ്പു നമുക്ക് ഒഴിവാക്കാം അല്ലേ. തേക്കും നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം. തേക്ക് ഒഴിവാക്കാം. ഏതാണ് കറക്റ്റ് ആൻസർ വരിക ശിശം എന്നാട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ദി ട്രീ ഹാസ് ഷോർട്ട് ട്രങ്ക് ആൻഡ് ലാർജ് ബ്രാഞ്ച്. ആൻസർ ഏതാ ശിശം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. 14th ക്വസ്റ്റ്യൻ വിച്ച് ടിമ്പർ ഈസ് ക്ലോസ്ലി ഗ്രൈൻഡ് ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. ഗ്രെയിൻസ് ക്ലോസ് ആയി നിൽക്കുന്നത് നല്ല ഹാർഡാണ്, ഡ്യൂറബിൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കും, അതെ ഒരുപാട് കാലം ആയുസ് ഉണ്ടാവും, അറ്റാക്കൊന്നും വരാതെ. ഏതാണ് കെയില്, ചെയർ, തേക്ക്, ദിയോദർ. ദേവദാരുവാണോ തേക്കാണോ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ് കെയിലാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക. നമ്മൾ തേക്കാണ് വിചാരിക്കരുത്, കെയിലാണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. 15th ക്വസ്റ്റ്യൻ 50th ക്വസ്റ്റ്യൻ നെയിം ദി ഷെയ്ക്ക് ഫോംസ് അലോങ് ദി ആനുവൽ റിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 15 മുതൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ ആണോ. നമുക്ക് ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കി നോക്കാം. ഇതിൽ കോമൺ ഇന്ത്യൻ ടിമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേക്ക്, ദിയോദർ, ചിർ, കെയിൽ നമ്മളിപ്പോൾ കണ്ടില്ലേ, ക്വസ്റ്റ്യൻ കണ്ടില്ലേ. ഇറ്റ് ഈസ് ക്ലോസ്ലി ഗ്രൈൻഡ് ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. കണ്ടോ നമ്മളൊക്കെ ഈ നിമ്മിയുടെ ഈ ഒരു ബുക്കിൽ നിന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യുള്ളൂ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഈ ഒരു ബുക്ക് ഒരു 3 തവണ വായിച്ച് കഴിഞ്ഞാൽ മിനിമം 60% അല്ലെങ്കിൽ 60 മാർക്ക് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. നമ്മുടെ പ്ലേലിസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ എടുത്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് ജസ്റ്റ് 1-2 തവണ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഒരു വട്ടം ബുക്കും കൂടി വായിക്കുക. നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഏരിയ നമുക്ക് എടുക്കാം, കാരണം ഫുള്ള് വീഡിയോ ലോങ് ആയി പോകും. അടുത്ത് നോക്കാം. ഇതൊന്നും ഈ ഒരു ഹെഡിങ് നിന്നും മിനിമം 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഡിഫക്റ്റ് ഇൻ ടിമ്പേഴ്സ്. ഡിഫക്റ്റ് നമുക്ക് നോക്കിയാൽ കേട്ടോ. കോമൺ ഡിഫക്റ്റ് നോക്കാം. ബേൾസ്. ഒന്നാമത്തെയാണ് ബേൾസ്. Birds are abnormal growth on the side of the trunk caused by some injury or irritation to trunk. നമ്മുടെ ട്രങ്കിൽ
എന്തെങ്കിലും ഇഞ്ചുറിയോ ഇറിറ്റേഷൻ കാരണം ഇതിന് അബ്നോർമലായിട്ട് പുറത്തോട്ടുള്ള ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബേൾസ്. ചിത്രം കണ്ടില്ല നിങ്ങൾ അല്ലേ? എങ്ങനെ വീർത്ത് വരുന്ന ബേൾസ് നമ്മൾ മരത്തിൽ ചില മരത്തിൽ കാണാറുണ്ട് അല്ലേ? ബേൾസ് എങ്ങനെയാണ് ആലോചിച്ച് വെക്കുക, സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. 10-24 ഡിഫക്റ്റ് ഉണ്ട്. അപ്പം സിമ്പിളായിട്ട് ആലോചിച്ച് വെക്കണം. ബേൾസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ ബി പോലെ എന്ത് ചെയ്യുക? മരം ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് എങ്ങനെയായിരിക്കും? വല്ല ഇഞ്ചുറി അല്ലെങ്കിൽ ഇറിറ്റേഷൻ കാരണം ട്രങ്ക് വീർക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബേൾസ്. രണ്ടാമത്തെ കേസ് ഹാർഡനിങ്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ദി ഔട്ടർ ലെയർ ഓഫ് ദി ടിമ്പർ ഈസ് അബ്നോർമലി ഹാർഡ്. ടിമ്പറിൻ്റെ പുറം ഭാഗം ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ നമുക്കതിന് ഉള്ളി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. കേസ് ഹാർഡനിങ് അത് പേരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആലോചിച്ചിരിക്കാം അല്ലേ? പേരിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആലോചിച്ചിരിക്കാം, സിമ്പിളായിട്ട് ആലോചിക്കാം. ഇനി എങ്ങനെയാണ് കേസ് ഹാർഡനിങ് ഉണ്ടാവുക? കോസ്ഡ് ബൈ ഇൻകംപ്ലീറ്റ് സീസണിങ് ആൻഡ് ദിസ് ഇസ് ഔട്ടർ ലെയർ ആർ ഡ്രൈഡ് ടു ക്വിക്ക്ലി. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇലക്ട്രിക് സീസണിങ് അല്ലെങ്കിൽ സീസണിങ് ചെയ്തു, ആർട്ടിഫിഷ്യൽ സീസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പുറം ഭാഗം പെട്ടെന്ന് എന്ത് ചെയ്യും? സീസൺ ആവും. പുറം ഭാഗത്തെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യും? പോകും. അപ്പോൾ അവ കംപ്ലീറ്റ് ഹാർഡായിരിക്കും. പക്ഷേ ഉള്ളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഈ സീസണിങ് എത്തിയിട്ടുണ്ടാവില്ല. ഇനി ചെക്കിൽ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇൻറ്റേണൽ ചെക്ക്, എക്സ്റ്റേണൽ ചെക്ക്, എൻഡ് ചെക്ക്, സർഫസ് ചെക്ക് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ആലോചിച്ചിരിക്കുക നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബേർഡ്സ് പഠിച്ചു, രണ്ടാമത് കേസ് ഹാർഡനിങ് പഠിച്ചു, മൂന്നാമത്തെ ചെക്കാണ്. ചെക്ക് ഈസ് എ സെപ്പറേഷൻ ഓഫ് വുഡ് എക്സ്റ്റെൻഡിങ് ഫോർ എ ഫ്യൂ ഇഞ്ചസ് ഓർ സെൻറ്റിമീറ്റർ അലോങ് ദി ഗ്രെയിൻ. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലോങ് ദി ഗ്രെയിൻ ആൻഡ് ഫോംഡ് ബൈ ഡ്രൈയിങ്. നമ്മൾ ഉണക്കുമ്പോൾ സീസൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ വുഡ് സെപ്പറേഷൻ ചെയ്യാണ്. കണ്ടോ? ഈ ഒരു ചിത്രം നോക്കി നോക്കണ്ടേ? ഇതൊരു പലകയാണ്. കണ്ടോ? ഇവിടുന്ന് കണ്ടില്ലേ? ഇങ്ങനെ എൻ്റെ ഭാഗം കണ്ടില്ല, ഇങ്ങനെ വിടവ് എന്ന് നിൽക്കുക. ഓക്കെ ആണോ? അലോങ് ദി ഗ്രെയിൻസ് പോണതിൻ്റെ നേരെ കേട്ടോ. ഗ്രെയിൻസിന് അലോങ് ആയിട്ടാണ്. ഇതാണ് ഗ്രെയിൻസ് ഇല്ല, ഗ്രെയിൻസ് ഇത് പറഞ്ഞു. ആ ഗ്രെയിൻസ് അലോങ് ആയിട്ട് എന്ത് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ചെക്ക് ദി സെപ്പറേഷൻ ഓഫ് ദി വുഡ് എക്സ്റ്റെൻഡ് ഫോർ എ ഫ്യൂ ഇഞ്ച് അല്ലേ? കുറച്ച് ഇഞ്ചുള്ളൂ, 1-2 ഇഞ്ചുള്ളൂ അല്ലെങ്കിൽ കുറച്ച് സെൻറ്റിമീറ്റർ ഉള്ളൂ. അലോങ് ദി ഗ്രെയിൻ ആൻഡ് ഫോംഡ് വൈൽ ഡ്രൈ. അപ്പോൾ അലോങ് ദി ഗ്രെയിൻ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എൻഡ് ചെക്ക് ആണെങ്കിൽ എന്താ? എൻഡ് ഓഫ് ദി പീസ് ഓഫ് ദി വുഡ് ടിമ്പറിലാണ് എന്ത് ചെയ്യുക? ചെക്ക് ഉണ്ടാവുക. ഇൻറ്റേണൽ ചെക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇൻറ്റീരിയർ ഓഫ് ദി പീസിൽ ഓഫ് വുഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇൻറ്റീരിയർ ചെക്ക് ഉണ്ടാവുക, ഇൻറ്റേണൽ ചെക്ക് ഉണ്ടാവുക. സർഫസ് ചെക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഓൺ സർഫസ് ഓഫ് ദി പീസ് ഉണ്ടാവുക. അതായത് പഠിക്കാനൊക്കെ എളുപ്പമല്ലേ? എൻഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി പീസ് ഓഫ് ടിമ്പർ, ഇൻറ്റേണൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ഓഫ് ദി പീസ് ഓഫ് ദി വുഡ്. സർഫസ് ചെക്ക് പറഞ്ഞാൽ ഓൺ ദി സർഫസ്. ഓക്കെ ആണോ? ത്രൂ ചെക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യും? മൊത്തം ഉണ്ടാവും. ഓൺ വിച്ച് എക്സ്റ്റെൻഡ് ത്രൂ ദി പീസ് ഫ്രം വൺ സർഫസ് ടു ദി അതർ. ഒന്നിന്ന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യും? ഫുൾ ഉണ്ടാവും. അപ്പോൾ ചെക്ക് എന്ന് പറയുന്ന സെപ്പറേഷൻ ആണ്, അലോങ് ദി ഗ്രെയിൻ ആണ്. ഒരു 2-3 ഇഞ്ച് അല്ലെങ്കിൽ കുറച്ച് സെൻറ്റിമീറ്റർ മാത്രമേ അതിൻ്റെ ഇതുണ്ടാവുള്ളൂ, ലെങ്ത് ഉണ്ടാവത്തുള്ളൂ. ഇനി 2-3 ഐറ്റം ചെക്ക് ഉണ്ട്, 4 ഐറ്റം ഉണ്ട്. എൻഡ് ചെക്ക്, ഇൻറ്റേണൽ ചെക്ക്, സർഫസ് ചെക്ക്, ത്രൂ ചെക്ക്. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേൾസ്, കേസ് ഹാർഡനിങ്, ചെക്കിൽ വരുന്നതാണ് എൻഡ് ചെക്ക്, ഇൻറ്റേണൽ ചെക്ക്, സർഫസ്, ത്രൂ ചെക്ക്. ഇത്രയും കാര്യം പഠിച്ച് വിചാരിക്കുന്നത് സിമ്പിളാണ്. ഇനി അടുത്തത് കൊളാപ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ചിത്രം കണ്ടില്ല, എ ഫ്ലാറ്ററിങ് ഓഫ് ദി സെൽസ് മേ ബി ഡ്യൂ ടു എക്സസീവ് ഓർ അൺഈവൻ ഡ്രൈയിങ്. എല്ലാം അൺഈവൻ ഡ്രൈയിങ് ആയിട്ടാണ്. അത് കാരണം സെല്ലിൻ്റെ ഫ്ലാറ്റനിങ് ആണ് ഇത് കൊളാപ്സ്. സെല്ല് ഫ്ലാറ്റൻ ചെയ്തിട്ട് ഫ്ലാറ്റൻ ആവണതാണ് ഇത് കൊളാപ്സ്. അൺഈവൻ ഡ്രൈയിങ് ആണ് കാരണം. എക്സസീവ് ഓർ അൺഈവൻ ഡ്രൈയിങ് ആണ് കാരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് മേ ബി പ്രിവെൻറ്റഡ് ഇഫ് ഡ്രൈയിങ് ഇൻ ലോ ടെമ്പറേച്ചറിൽ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോ ടെമ്പറേച്ചറിൽ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു 3 ഒരുപോലെ പഠിക്കേണ്ടതാണ്. ഓക്കെ ആണോ? അതിൽ ഒന്നാമത്തെ ബോയിങ്, രണ്ടാമത്തെ കപ്പിങ്, മൂന്നാമത്തെ സ്പ്രിങ്. ഇനി അതെ, ഈ ഒരു 3 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ ബോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം കണ്ടോ നിങ്ങൾ അല്ലേ? നമുക്ക് പല എങ്ങനെയാണ് വേണ്ടത്? പല ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടാണ് വേണ്ടത്. ഇത് സ്ട്രൈറ്റ് അല്ല കേട്ടോ, എന്നാലും ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടാണ് വേണ്ടത്. പക്ഷേ ചിത്രം കണ്ടു നോക്കും നിങ്ങൾ അല്ലേ? പലക വളഞ്ഞു ഇല്ലേ? 2 എൻഡും വളഞ്ഞിട്ടായിരിക്കുന്നത്. അതാണ് ബോയിങ്. നമ്മളെ അമ്പും വില്ലും ഇല്ലേ? ബോയിങ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? അതാണ് ഷേപ്പ് എന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ പേപ്പറിൽ ജസ്റ്റ് വരച്ച് വെക്കുക. ഓക്കെ ആണോ? ബോയിങ് എ കർവേച്ചർ ഫ്രം പ്ലെയിൻ അലോങ് ദി വൈഡ് സർഫസ് ഓഫ് ദി ബോർഡ് അല്ലേ? അലോങ് ദി വൈഡ് ആയിട്ട് എങ്ങനെ വളഞ്ഞിരിക്കുക. ഇത് നമുക്ക് ടോപ്പ് വ്യൂ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യില്ല? വളവ് കാണില്ല. പക്ഷേ സൈഡ് വ്യൂവിൽ കണ്ടോ? വളവ് കണ്ടില്ലേ? കോസ്ഡ് ബൈ അൺഈവൻ ഷ്രിങ്കേജ് ആൻഡ് അൺഈവൻ ഡ്രൈയിങ് ഡൂയിങ് സീസണെങ്കിൽ അൺഈവൻ ഡ്രൈയിങ് അല്ലെങ്കിൽ ഷ്രിങ്കേജ് കാരണം എന്ത് ചെയ്യും? ഇങ്ങനെ വളയുകയാണ് ചെയ്യുക. ഓക്കെയാണ് ബോയിങ്. ഇത് നമ്മൾ തോണി ഉണ്ടാക്കില്ല, തോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോയിങ് ആർട്ടിഫിഷ്യലി ആയി നമ്മൾ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? തീ കൂട്ടി നമ്മൾ എന്ത് ചെയ്യും? പലക എന്ത് ചെയ്യും? ആ തീയത്ത് വെക്കും.
ആ തീയിൽ വെച്ചുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഷ്രിങ്കേജ് ആയി പോകും. അങ്ങനെയാണ് നമ്മൾ തോണിയുടെ അണയം, അതായത് അണിയം എന്ന് പറയില്ലേ, ആ വളഞ്ഞ ഭാഗം എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ബോയിങ് എന്ത് ചെയ്യുക, ഇങ്ങനെ അമ്പും വില്ലും എന്നുള്ള ഷേപ്പ് പഠിച്ചു വെക്കുക. ബോർഡ് ആർ നോട്ട് ബീങ് ബോയിങ് ആർ നോട്ട് ബീങ് പാരലൽ ഔട്ട് ദ, ഇതെനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഇത് എന്താണെന്ന് അറിയില്ല. ബോർഡ് നോട്ട് ബീങ് ഔട്ട് പാരലൽ ടു ദി ഗ്രോത്ത് റിങ്, ഇത് പാരലൽ ആവുന്നില്ല എന്ന്, അതായത് ഗ്രോത്ത് റിങ്ങിനോട് ആനുവൽ റിങ് ഉണ്ടല്ലോ, ആനുവൽ റിങ്ങിന് പാരലൽ ആയിട്ടില്ല എന്നുണ്ട്. എനിക്കൊന്ന് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ, എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള മാതിരി. നമുക്കൊന്ന് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ, ഈ ഒരു സെൻറ്റൻസ് ചെക്ക് ചെയ്തിട്ട് പറയാം. കപ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പല ഇങ്ങനെയാണല്ലേ, പക്ഷെ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി നോക്കൂ, സെൻറ്ററിലൊരു വളവില്ലേ, ഓക്കെ ആണോ. എ സിമ്പിൾ കർവേജ് അക്രോസ് ദി വിഡ്ത്ത് അല്ലേ, വിഡ്ത്തിന് അക്രോസ് ആയിട്ടാണ്. ഇത് അലോങ് ദി വിഡ്ത്താണ്, ഇതെന്താണ്, അക്രോസ് ദി വിഡ്ത്താണ്. അക്രോസ് ദി വിഡ്ത്ത് ഓഫ് ബോട്ട് ഡ്യൂ ടു ഗ്രേറ്റർ ഷ്രിങ്കേജ് ഓൺ കോൺകേവ് സൈഡ്. ഈ കോൺകേവ് സൈഡിൽ എന്ത് ചെയ്തു, നല്ലോണം ഷ്രിങ്കേജ് ഉണ്ടായി, അപ്പോൾ എന്ത് ചെയ്യും, അവിടെ വളയും. ഓക്കെ ആണോ, അതാണ് കപ്പിങ്. കപ്പിങ് പറഞ്ഞാൽ ഇവിടെ വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും, നടുഭാഗത്ത് വെള്ളം നിൽക്കും. ഇത് നമുക്ക് അമ്പും വില്ലും, ഇത് കപ്പിങ്. ഇറ്റ് ഈസ് മോർ പ്രൊണൗൺസ്ഡ് ഇൻ ബാക്ക് സോൺ ബോർഡ്. ദി കർവേച്ചർ ഈസ് യൂഷ്വലി എവേ ഫ്രം ഹേർട്ട് വുഡിൽ നിന്നും എവേ ആയിട്ടാണ്, അകന്ന് പോയിട്ടാണ് എന്ത് ചെയ്യുക, ഈ കർവേച്ചർ ഉണ്ടാവുക. സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കർവേച്ചറാണ്, പക്ഷേ അലോങ് ദി എഡ്ജ് ഓഫ് ദി ബോർഡ് ആണ് കേട്ടോ. ഈ ബോർഡിന് അറ്റത്താണ് എന്ത് ചെയ്യുക, ഇതുണ്ടാവുക. ഇങ്ങനെ പല ഇങ്ങനെ വേണ്ടിയിരുന്നു, പക്ഷേ ഈ ഭാഗം കണ്ടു നോക്കി നോക്കൂ, ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ വളഞ്ഞു വന്നിക്കുകയാണ്. അപ്പോൾ ബോയിങ്, കപ്പിങ്, സ്പ്രിങ്. ബോയിങ് പഠിക്കാൻ അമ്പിൻ്റെ ഷേപ്പ്, അമ്പല്ല വില്ലിൻ്റെ ഷേപ്പ്. കപ്പിങ് ഇങ്ങനെ സെൻറ്റർ ഭാഗം അക്രോസ് ദി വിഡ്ത്ത്. സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് ദി എഡ്ജ് ഓഫ് ദി ബോർഡാണ്. നോട്ട് അഫക്റ്റിംഗ് ദി ഫേസ് റിമൈനിങ് ഫ്ലാറ്റ്. അതായത് ഇതിൻ്റെ ഫേസ് ഉണ്ടല്ലോ, ഈ മുകൾ ഭാഗം എന്തെങ്കിലും ഉണ്ടോ, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ പോരെ, അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനം കിട്ടില്ലേ. ഫേസ് റിമൈനിങ് ഫ്ലാറ്റ് കോസ്ഡ് ബൈ അൺഈവൻ ഷ്രിങ്കേജ് ആൻഡ് പുവർ ഡ്രൈയിങ് ഓഫ് ദി ടിമ്പർ. ഇതും അൺഈവൻ ഷ്രിങ്കേജ് കാരണമാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്പ്രിങ്ങും ഉണ്ടാവുക. ആ സ്പ്രിങ്, കപ്പിങ്, അതുപോലെ തന്നെ ബോയിങ് പഠിച്ചു വെക്കുക. ഇനി ട്വിസ്റ്റഡ് ഫൈബേഴ്സ്. ദിസ് ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ ട്രീ ബീങ് ട്വിസ്റ്റഡ് കോൺസ്റ്റൻ്റ്ലി ഇൻ വൺ ഡയറക്ഷൻ ബൈ ദി ഫോഴ്സ് ഓഫ് പ്രിവാലൻ്റ് ഫുഡ്. ഇപ്പോൾ ഒരു ഫുഡിനെ നമ്മൾ പിടിച്ച് കെട്ടി എഴുതിക്കോ, അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ഫോഴ്സ് വന്നിട്ട് ഇരിക്കുകയല്ലേ, അപ്പം ആ ഭാഗം ഇങ്ങനെ ട്വിസ്റ്റായി പോകും. ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ട്വിസ്റ്റഡ് ഫൈബർ കണ്ടോ, ഇതാണ് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് കണ്ടോ. എ സ്പൈറൽ ഡിസ്റ്റോർഷൻ അലോങ് ദി ലെങ്ത് ഓഫ് ദി പീസ് ഓഫ് ടിമ്പർ. ദിസ് മേ ബി കോസ്ഡ് ബൈ അൺഈവൻ ഷ്രിങ്കേജ് ഡ്യൂ ടു അൺഈവൻ ഡ്രൈയിങ്. ഇതും എന്താണ്, അൺഈവൻ ഷ്രിങ്കേജ് അല്ലെങ്കിൽ ഫോഴ്സ് കാരണമാണ്. ഓക്കെ ആണോ. ഇനി വാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി വേരിയേഷൻ ഫ്രം എ ട്രൂ ഫ്ലാറ്റ് സർഫേസ്. ഒരു ഫ്ലാറ്റ് സർഫേസിൽ നിന്ന് എന്ത് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ വാർപ്പ് എന്ന് വിളിക്കാം. അപ്സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അപ്സെറ്റ് PSC ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ദിസ് ദി ഫ്രാക്ചർ ഓഫ് ദി ഫൈബേഴ്സ് അല്ലെ, ഫൈബർ പൊട്ടിപ്പോയിക്കുകയാണ്. അക്രോസ് ദി ഗ്രെയിൻ അല്ലെ, ഗ്രെയിനിന് അക്രോസ് ആയിട്ട്, ഗ്രെയിനിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ആൻഡ് മേ ബി റിസൾട്ട് ഓഫ് ഇഞ്ചറി ഇൻ ഫെല്ലിങ്, വീഴുമ്പോൾ ഉണ്ടാവുന്ന ആഘാതം കാരണമാണ് എന്ത് ചെയ്യുക, അപ്സെറ്റ് ഉണ്ടാവുക. ആ പേരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഇനി ഗ്രെയിൻ ഒരു ഡിഫക്റ്റ് അല്ല കേട്ടോ, ഗ്രെയിൻ പറഞ്ഞൊരു ഡിഫക്റ്റ് അല്ല കേട്ടോ. ഗ്രെയിൻ പറഞ്ഞാൽ എന്താണ്, റെഫേഴ്സ് ടു ദി ഡയറക്ഷൻ ഓഫ് സെൽസ് ആൻഡ് വെസൽസ് ഓഫ് ദി വുഡ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ കാതിൽ വരക്കുമ്പോൾ തേക്കിൻ്റെ ഗ്രെയിൻസ് ഒക്കെ വരച്ചില്ല നിങ്ങൾ, അതിൻ്റെ ഇതാണ് ഗ്രെയിൻസ്, ഇങ്ങനെ പോകുന്നതാണ് ഗ്രെയിൻസ്. ഇത് ഡിഫക്റ്റ് അല്ല കേട്ടോ. ഗ്രെയിൻ പറഞ്ഞാൽ എന്താണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്രോസ് ഗ്രെയിൻ, ഡയഗണൽ ഗ്രെയിൻ, ഇതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കും, ഇതൊക്കെ ഡിഫക്റ്റാണ്. ക്രോസ് ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റാണ്. വെൻ ഹാവ് എ വേരിയിങ് ഇൻക്ലിനേഷൻസ് to the axis of the piece due to cutting from timber in which the straightness of the grains is imperfect. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഗ്രെയിൻസ് ഇങ്ങനെ പോകേണ്ടിയിരുന്നു, പക്ഷേ എന്ത് ചെയ്തു, ഇവിടെ ഒരു നോട്ട് നമ്മളൊരു ബ്രാഞ്ച് കട്ട് ചെയ്തു. അവിടെ ഒരു മുറിവ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ മുറിവിനെ കടന്ന് പോയിട്ടാണ് എന്ത് ചെയ്യുക, ബാക്കി എല്ലാ ഗ്രെയിൻസും അവിടെ വളഞ്ഞു. ഓക്കെ ആണോ, ബാക്കി എല്ലാ ഗ്രെയിൻസും അവിടെ വളഞ്ഞു. അതാണ് എന്ത്, ക്രോസ് ഗ്രെയിൻ. കോസ്ഡ് ബൈ നോട്ട്. ഈ നോട്ട് നടുവിൽ കാണാനാണ് നോട്ട്, നമ്മൾ കാതലിൻ്റെ കണ്ണ് എന്ന് പറയില്ലേ, അതാണ് ഈ സാധനം. നോട്ട് കാരണം ഈ ബാക്കിയുള്ള ഗ്രെയിൻസ് ഇങ്ങനെ സ്ട്രൈറ്റ്നെസ് അല്ലാതായി പോയി. ഡയഗണൽ ഗ്രെയിൻ എന്ന് പറയുന്നത് വെൻ ദി ഫൈബേഴ്സ് ഡു നോട്ട് റൺ പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി പീസ്. ഇത് പാരലൽ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കാം, നമുക്ക് ഡയഗണൽ ഗ്രെയിൻ എന്ന് വിളിക്കാം. ദിസ് കോസ്ഡ് ബൈ കട്ടിങ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി ലോഗ് ഇൻസ്റ്റെഡ് ഓഫ് പാരലൽ ടു ബാർക്ക്. തൊലിക്ക് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും കട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ആക്സിന് പാരലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. ഇതാണ് ഡിഫക്റ്റ് കണ്ടോ, ഇതാണ് ഡയഗണൽ ഗ്രെയിൻസ്. ഗ്രെയിൻസ് ഉണ്ടോ, ഗ്രെയിൻസ് ശരിക്ക് പോകേണ്ടത് എങ്ങനെ, ഇതാണ്ടോ എൻ്റെ മൗസ് പോയിന്റ് പോകുന്ന മാതിരി ഇങ്ങനെയാണ് ശരിക്ക് പോകേണ്ടത്. കറക്റ്റ് 90 ഡിഗ്രി പോകേണ്ടത്. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞ് പോയി നിൽക്കണുണ്ടോ. ഓക്കെ ആണോ. ഇൻ്റർലോക്ക് ഗ്രെയിൻ, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർലോക്ക് ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൂട്ടി ഈ ഗ്രെയിൻസുകൾ കണ്ടില്ലേ, ഇങ്ങനെ കൂട്ടി ഇതൊക്കെ കണ്ടില്ലേ, കൂട്ടി പണഞ്ഞ് കിടക്കണ കണ്ടില്ലേ, നോക്കി നോക്കൂ. ഫൈബേഴ്സ് ഓഫ് ഗ്രോത്ത് റിങ്സ് വേരി ഇൻ ഡയറക്ഷൻ വേരി ഇൻ ഡയറക്ഷൻ കേട്ടോ, അത്തോളെ കോസ്ഡ് ബൈ ദി ഫൈബേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് ലെയേഴ്സ് ഓഫ് വുഡ് ബീങ് സ്പൈറലി ഇൻക്ലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് രണ്ടും പാടെ എന്ത് ചെയ്തു, ഇൻക്ലൈൻ ചെയ്തു. ദിസ് ഗ്രെയിൻ സർഫസ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്ലെയിൻ. ഇത് പ്ലെയിൻ ചെയ്തു, അതായത് മീൻസ് ഒരേപോലെ ഫ്ലാറ്റ് ആക്കി വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇൻ്റർലോക്ക് ഗ്രെയിനിനെ പ്ലെയിൻ ചെയ്തെടുക്കാം, കാരണം അത്രയും സ്ട്രോങ് ആയിരിക്കും. ഗ്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, സ്പൈറലി ഇൻക്ലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് കീവേഡ്. ഈ ഒരു കീവേഡ്, ഈ സ്പൈറലി ഇൻക്ലൈൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓക്കെ ആണോ? ഇതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഫൈബേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് ലെയേഴ്സ് ഓഫ് വുഡ് ബീങ് സ്പൈറലി ഇൻക്ലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻ്റർലോക്ക് ഗ്രെയിൻ. സ്പൈറൽ ഗ്രെയിൻ നമുക്ക് ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് മനസ്സിലാവും. ഒക്കെ സ്വെൻസ് ഫൈബേഴ്സ് ഹാവ് ടേക്കൺ എ സ്പൈറൽ കോഴ്സ് ഇൻ ദി ട്രീ ട്രങ്ക് ഇഫ് ദി ട്രീ ഹാവ് ബീൻ ട്വിസ്റ്റഡ്. ട്രീ ട്വിസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതുണ്ടോ അങ്ങനെ നമ്മൾ ഡയഗണൽ ഗ്രെയിൻ കണ്ടില്ലേ, അതേപോലെ ഇതിങ്ങനെ സ്പൈറലായിട്ട് പോകണുണ്ടോ ഉണ്ടോ. ഇതിൻ്റെ കാരണം മനസ്സിലായിട്ടില്ല കേട്ടോ, നോട്ട് ഡെഫിനറ്റ്ലി നോൺ എന്നാണ്. ഇനി വേവി എന്ന് പറഞ്ഞാൽ എന്താ, വേവി അറേഞ്ച്മെൻറ്റ് ഓഫ് ഫൈബേഴ്സ്, ഓക്കെ ആണോ? അല്ലെങ്കിൽ കേളി ഫിൽബ് ഗ്രെയിൻ, ഇതൊക്കെ എന്ത് ചെയ്യും, വേവി ഗ്രെയിനെ വിളിക്കുന്ന പേരാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്ലേസ് ആൻഡ് വർക്ക്. ഈ ഗ്രെയിൻസും കണ്ടോ വേവി ആയിട്ടാണ് പോണത്, അല്ലെ, വേവി ആയിട്ടാണ് പോണത്. ഇനി വെയിനി എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഡിഫക്റ്റ് ലൈസ് ഇൻ ദി സാപ്വുഡിലാണ് കേട്ടോ. ഇതൊരു കീവേഡാണ്. സാപ്വുഡിലുള്ള ഡിഫക്റ്റാണ് ഇത്, വെയിനി എഡ്ജ് വിച്ച് അക്കമ്പനീസ് വെയിൻ ഡ്യൂ ടു എക്കണോമിക്കൽ കൺവേർഷൻ ഓഫ് ലോഗ്. അതിൽ ചിത്രം കൊടുത്തിട്ടില്ല കേട്ടോ. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. റിൻഡ് ഗാൾസ് ചിത്രം കണ്ടോ നിങ്ങൾ, റിൻഡ് ഗാൾസ് കണ്ടോ? ദിസ് പെക്യുലിയർ കർവ്ഡ് സ്വെല്ലിംഗ് ഫൗണ്ട് ഓൺ ലിവിങ് ഓർ ഡെഡ് ട്രീ. ഇത് ഓർ നാട്ടോ, ലിവിങ് ട്രീയിലോ ഡെഡ് ട്രീയിലോ എന്ത് ചെയ്യും, നമുക്കത് കാണാം. ജനറലി കോസ്ഡ് ബൈ ദി ഗ്രോയിങ് ഓഫ് ദി ലെയർ ഓവർ ദി വൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ ദി ബ്രാഞ്ച് ഹാവ് ബീൻ ഇംപെർഫെക്റ്റ്ലി കട്ട് ഓർ റിമൂവ്ഡ്. ഞാനിപ്പോൾ വളർന്നുകൊണ്ടിരുന്ന ട്രീയുടെ ഒരു ശിഖരം മുറിച്ചു മാറ്റി, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു മുറിവുണ്ടായി, ഓക്കെ ആണോ? ഇനി വിൻഡ് ക്രാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് ആർ ഷെയ്ക്സ് ഓർ സ്പ്ലിറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദി ബാർക്കിൻ്റെ സൈഡ്. ഇതാണ് കീവേഡ് കേട്ടോ. അവിടെ നിന്നാണ് സ്പ്ലിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, വിൻഡ് ക്രാക്ക്. എങ്ങനെ ഉണ്ടാവുക, ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് ദി എക്സ്റ്റീരിയർ സർഫസ് എക്സ്പോസ്ഡ് അറ്റ് അറ്റ്മോസ്ഫിയർ ഏജൻസി ലൈക്ക് സൺ ആൻഡ് വിൻഡ്. കാറ്റും വെയിലൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്തു, പുറം ഭാഗം ഷ്രിങ്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ക്രാക്കായി പോകും, ഓക്കെ ആണോ? വിൻഡ് ക്രാക്ക് കേട്ടോ. ആ പേര് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണലായിട്ട് സണ്ണ് വിൻഡ് ഈ രണ്ട് കാരണമാണ്. ഇനി നോട്ട് നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇതാണ് റിൻഡ് ഗാൾസിന് കാരണമാണ് എന്ത്, നോട്ട്. ശിഖരം കട്ട് ചെയ്തതിന് എന്ത് ചെയ്യും, അവിടെ നോട്ട് ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. കോസ്ഡ് ബൈ എ ബ്രാഞ്ച് ഓർ ലിംബ് ബീങ് കട്ട് ത്രൂ ഡ്യൂരിങ് ദി പ്രോസസ് ഓഫ് സോയിങ് ഓഫ് ദി ലോഗ്. ഇവിടെ മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, നോട്ട് രൂപപ്പെടും. ദേ മേ ലൈവ് ഓർ ഡെഡ് ബട്ട് ബ്രേക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് ഫൈബേഴ്സ്. അവിടെ എന്ത് ചെയ്യും, ഫൈബേഴ്സിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ശിഖരം ഉണ്ടായിരുന്നു, നമ്മൾ വെട്ടി മാറ്റി, അപ്പോൾ എല്ലാ സാധനവും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ആവും. Generally, these are distinct defect either in appearance or weakening the wood. Loose or dead note. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റ് ബൈ ബ്രാഞ്ചസ് ദാറ്റ് ഹാവ് ബീൻ കട്ട് ഓഫ് ഓർ ബ്രോക്കൺ ബിഫോർ ഫെല്ലിങ്. അതായത് നമ്മൾ മുറിച്ച് മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പേരാണത് ഡെഡ് നോട്ട് കേട്ടോ. ഇറ്റ് ഈസ് ലൂസ് ഇൻ പൊസിഷൻ ഓൺ ദി സർഫസ് ഓഫ് ദി പീസ്. അതവിടെ അങ്ങനെ പോരാൻ വേണ്ടിയിട്ട് ചില പോളിഷ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഉള്ളി കൊണ്ട് ഇത് എടുത്ത് കളയാറുണ്ട് കേട്ടോ. ഇറ്റ് കനോട്ട് ബി റിലൈഡ് ഓൺ ടു റിമൈൻ പൊസിഷൻ ഇൻ ദി പീസ്. അതവിടെ ഉണ്ടാവുന്ന വലിയ ഉറപ്പൊന്നുമില്ല, കാരണം ചില പോളിഷ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഇത് എടുത്ത് ഒഴിവാക്കും. ലൈവ് ഓർ സൗണ്ട് നോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തേക്കിൽ പോളിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ നോട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ തന്നെ നിലനിർത്തും. ലൈവ് ഓർ സൗണ്ട് നോട്ട് ഇറ്റ് ഈസ് ലെഫ്റ്റ് ബൈ എ ബ്രാഞ്ച് വെൻ ദി ട്രീ ഈസ് ഫെല്ലഡ്. ഇറ്റ് ഈസ് സോളിഡ് അക്രോസ് ദി ഫേസ് ആൻഡ് ഹാർഡ് ആസ് ദി ടിമ്പർ സറൗണ്ടിങ് ഇറ്റ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഡിക്കേ. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റാണ്. ഇതൊന്നും ഡിക്കേ ആയി പോകത്തില്ല. നോട്ട് ആർ കൺസിഡേർഡ് ടു ആഡ് ബ്യൂട്ടി ആൻഡ് ഇഫക്റ്റ് ഇൻ ഫൈനൽ അപ്പിയർസ്. നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കാതലിൻ്റെ കണ്ണ് എന്ന് പറയും കേട്ടോ, അത് വരക്കും. അടുത്തത് ഷെയ്ക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കി നോക്കാം. ഷെയ്ക്സ് ഇസ് ദി പാർഷ്യൽ ഓർ കംപ്ലീറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജോയിൻ ലെയേഴ്സ് ഓഫ് വുഡ്. ഓരോ ലെയേഴ്സും തമ്മിൽ പാർഷ്യലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് സെപ്പറേഷൻ എന്ന് വിളിക്കാം, നമുക്ക് ഷെയ്ക്സ് എന്ന് വിളിക്കാം. ഡ്യൂ ടു ദി റിലീഫ് ഓഫ് ഗ്രോത്ത് സ്ട്രെസ്സസ് പ്രസൻറ്റ് ഇൻ ദി സ്റ്റെം അറ്റ് ദി ടൈം ഓഫ് ഫെല്ലിംഗ്. അത് കാരണം എന്ത് ചെയ്യും, ഉണ്ടാവും. ഗ്രോത്ത് സ്ട്രെസ്സസ് കാരണം എന്ത് ചെയ്യുക, ഈ ഷെയ്ക്സ് ഉണ്ടാവുക. ടു ഇമ്പാക്ട് ദി ട്രീ വിത്ത് ദി ഗ്രൗണ്ട്. അതായത് മരം മുറിച്ച് വീഴുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ഷെയ്ക്ക് സെപ്പറേറ്റ് ചെയ്യാണ്, ഈ അഡ്ജോയിൻ ലെയേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ കാരണമാവും.
ഒന്നാമത്തെ ഹേർട്ട് ഷേക്ക് കേട്ടോ. അങ്ങോട്ടോട്ട് മാറിപ്പോവും. ഹേർട്ട് ഷേക്ക് ഉണ്ട്, കപ്പ് ഷേക്ക് ഉണ്ട്, സ്റ്റാർ ഷേക്ക് ഉണ്ട്, റേഡിയൽ ഷേക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടോട്ട് മാറിപ്പോവും. നമുക്ക് നോക്കി നോക്കാം. ഹേർട്ട് ഷേക്ക്, ദീസ് ആർ ദി ക്രാക്സ് ഓഫ് സ്പ്ലിറ്റ് ഇൻ ദി സെൻറ്റേഴ്സ്. കണ്ടോ, സെൻറ്ററിൽ നിന്ന് കണ്ടോ ഇങ്ങനെയാണ് പോണത്, ഇല്ല റേഡിയലാണ് പോണത്, അതായത് ഇങ്ങനെ കേട്ടോ. ഓക്കെ ആണോ? സ്റ്റാർട്ടിങ് ഫ്രം ദി പിത്ത്, ഇല്ലേ, സെൻറ്ററിൽ നിന്ന് എന്തെങ്കിലും പിത്ത് അവിടെ തുടങ്ങുന്നുണ്ട്. ആൻഡ് എക്സ്റ്റെൻഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മെഡുലറി റേസ്. മെഡുലറി റേസിലേക്കാണ്, ആ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ഇവന്മാർ പോണത്. ഇൻ വൺ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടുവേർഡ്സ് സാപ്പ്വുഡ്. ഏത് വരെ എത്തിയിട്ടുണ്ട്? സാപ്പ്വുഡ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? പിത്ത് നിന്ന് തുടങ്ങിയിട്ട് മെഡുലറി റേസിൻ്റെ ഡയറക്ഷനിലൂടെ സാപ്പ്വുഡ് വരെ എത്തി നിൽക്കുന്ന ഷെയ്ക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹേർട്ട് ഷെയ്ക്ക്. സച്ച് ഡിഫക്റ്റ് ആർ ഫൗണ്ട് ഇൻ ഓവർ മെച്യൂർ ട്രീ. അതായത് എന്നോ വെട്ടേണ്ടതാണ്, ഓവർ മെച്യൂർ ആയിട്ടുള്ള ട്രീയിൽ കാണുന്നതാണ് ഇത് ഹേർട്ട് ഷേക്ക്. ബട്ട് സം ടൈം ദേ മേ ബി കോസ്ഡ് ബൈ ക്വിക്ക് ഡ്രൈയിങ് ഓഫ് സെൻട്രൽ പാർട്ട്. അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോയാലും ഇങ്ങനെ ഹേർട്ട് ഷേക്ക് ഉണ്ടാവാനുള്ള കാരണമുണ്ട്. ഇഫ് എ ട്രീ നിയറിങ് മെച്യൂരിറ്റി ഫെൽഡ് ആൻഡ് ലെഫ്റ്റ് അൺബ്രേക്കബിൾ ഫോർ എ ലോങ് ടൈം. ഈ ഒരു കണ്ടീഷനിലും, പുതിയ മെച്യൂർ ആയിട്ടുള്ള ട്രീ അല്ല, പക്ഷെ എന്നാലും ഈ ഒരു കണ്ടീഷനിലും ഇങ്ങനെ ഹേർട്ട് ഷേക്ക് ഉണ്ടാവാറുണ്ട്. ഹേർട്ട് ഷേക്കിൽ എന്താ എക്സാമിന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഡിഫക്റ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഷ്രിങ്ക് ഓഫ് ദി ഹേർട്ട് വുഡ്. ഇത് ചോദിക്കും. മാത്രമല്ല പിത്തുനിൽ നിന്ന് തുടങ്ങി മെഡുലറി റേസിലൂടെ സാപ്പ്വുഡിലേക്ക് പോകുന്ന ഷേക്ക് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ഹേർട്ട് ഷേക്കാണ്. ഇനി അടുത്ത് നോക്കാം, സ്റ്റാർ ഷേക്ക്. ചിത്രം കണ്ടോ, സ്റ്റാർ ഷേക്ക്. ദിസ് ആർ ക്രാക്ക് ഓർ സ്പ്ലിറ്റ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ബാർക്ക് ടുവേർഡ് സാപ്പ്വുഡ്. എവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്? കണ്ടോ, എവിടെ തുടങ്ങിയിട്ട് ബാർക്കിൽ നിന്ന് തുടങ്ങിയിട്ട് കണ്ടോ ഇവിടെ കണ്ടോ എവിടേക്കാണ് വരുന്നത്? സാപ്പ്വുഡിലേക്ക് വരുന്നതാണ് ഏതാണ് ഇത്? സ്റ്റാർ ഷേക്ക്. കണ്ടോ ഈ ചിത്രം സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ ഹേർട്ട് ഷേക്ക്, ഇത് കാണുന്നത് ഹേർട്ട് ഷേക്ക്, ഈ കാണുന്ന ഏതാ? സ്റ്റാർ ഷേക്ക്. ഓക്കെ ആണോ? ദിസ് ഡിഫക്റ്റ് ഈസ് കോസ്ഡ് വെൻ ദി ട്രീ ഈസ് സബ്ജക്ട് ടു സെവർ ഹീറ്റ് ഓർ ഫ്രോസ്റ്റ് ഡ്യൂരിങ് ഗ്രോത്ത്. വളർന്നു വരുമ്പോൾ നല്ല ചൂടോ അല്ലെങ്കിൽ തണുപ്പോ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റാർ ഷേക്ക് ഉണ്ടാകും. ദി വിഡ്ത്ത് ഓഫ് ദിസ് ക്രാക്ക് ഓർ ഷേക്ക് ഈസ് മോർ ദാൻ അറ്റ് ദി ഔട്ടർ എൻഡിലാണ് കൂടുതൽ ഉണ്ടാവുക. ആൻഡ് റെഡ്യൂസസ് വെൻ ദേ എക്സ്റ്റെൻഡ് ടുവേർഡ്സ്. എന്നിട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ വിഡ്ത്ത്, വീതി കുറഞ്ഞു വരും. ഇനി കപ്പ് ഷേക്ക് പഠിക്കാൻ സിമ്പിളാണ് കേട്ടോ. ദീസ് ആർ ഫോംഡ് ബൈ ദി റപ്ചർ ഓഫ് ടിഷ്യൂ. ഇതാണ് കീവേഡ്. ബൈ ദി റപ്ചർ ഓഫ് ടിഷ്യൂ ഇൻ എ സർക്കുലർ ഡയറക്ഷൻ അക്രോസ് ദി ക്രോസ് സെക്ഷൻ ഓഫ് എ ലോഗ്. ഇറ്റ് ഫോം യൂഷ്വലി അലോങ് ദി ആനുലർ റിംഗ്. ആനുലർ റിംഗ് ഇതല്ലേ, ആനുലർ റിംഗ് കണ്ടില്ലേ, അതിന് എലോങ് ആയിട്ട് അതേപോലെയാണ് എന്ത് ചെയ്യുക, നമ്മൾ കപ്പ് ഷേക്ക് ഉണ്ടാവുക. കണ്ടോ, കപ്പ് പോലെ കണ്ടോ, സിമ്പിളാണ്. ഇനി റേഡിയൽ ഷേക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദീസ് ആർ സിമിലർ ടു സ്റ്റാർ ഷേക്ക്. സ്റ്റാർ ഷേക്കിന് സിമിലർ ആണെന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു എക്സ്പോഷർ ടു സൺ വെൻ ഫെൽഡ് ടിമ്പർ ഈസ് പ്ലേസ് സീസണിങ്. ചൂട് കാരണം എന്ത് ചെയ്യും, ഇങ്ങനെ ഉണ്ടാവും. മരം മുറിച്ചിട്ടതിന് ശേഷമാണ് ഉണ്ടായത്. ദീസ് ക്രാക്സ് ആർ ഫൈൻ, ഇറഗുലർ ആൻഡ് ന്യൂമറസ്. മറ്റേത് സ്റ്റാർ ഷേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ കാണാമായിരുന്നു അല്ലേ, പക്ഷേ ഇതെന്താണ്, ഇറഗുലർ ആണ്. മെനി ക്രാക്സ് ഓർ സ്പ്ലിറ്റ് റൺ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ബാർക്കിൽ നിന്ന് തുടങ്ങി ടുവേർഡ്സ് എന്താണ് സെൻറ്റർ, ദാൻ ഫോളോ ദി കോഴ്സ് ഓഫ് ആൻ ആനുറിംഗ് ആൻഡ് ലാസ്റ്റ്ലി ഗോ ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി റേഡിയലി. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഇനി ഡ്രൈ റോട്ടും ഉണ്ട്, വെറ്റ് റോട്ടും ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫുള്ള് തിയറി എടുത്തു കഴിഞ്ഞാലും ഡൗട്ട് അടിക്കും. 15 നെയിം ദി ഷേക്ക് ഫോംസ് അലോങ് ദി ആനുലർ റിങ്. അല്ലെ, ആനുലർ റിങ്ങിൻ്റെോട് പോലെ ഏതാണ്? കപ്പ് ഷേക്ക് ആണോ? ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ, കപ്പ് ഷേക്ക് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഏതാണ്? സിമ്പിൾ അല്ലേ, ഏതാണ്? കപ്പ് ഷേക്ക് അല്ലേ, ആനുലർ റിങ്ങിന് അലോങ് ആയിട്ട്. ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാണെങ്കിൽ. ഞാൻ പറഞ്ഞു ഇതാണ് ആനുലർ റിങ്, ഇതാണ് ഇങ്ങനെ പോണതാണ് ആനുലർ റിങ്, അതിന് അലോങ് ആയിട്ട് ഇതാണ് കപ്പ് ഷേക്ക്. കണ്ടോ, ഇറ്റ് ഫോംസ് യൂഷ്വലി അലോങ് ദി ആനുലർ റിങ്. കണ്ടോ. ഇനി 16 വാട്ട് ഈസ് നെയിം ഓഫ് ഡിഫക്റ്റ്. ഇതെന്താണ്? ഇത് നോട്ടാണോ? ചിലർ നോട്ടാന്ന് വിചാരിക്കൂട്ടോ. 16 ഏതാ വരിക? 16ാമത്തെ ഏതാ ആൻസർ വരിക? സിമ്പിൾ ആണല്ലേ, ഏതാ വരിക? റിൻഡ് ഗാൾസ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17 വിച്ച് ഇൻസെക്ട് അറ്റാക്ക് സ്റ്റാൻഡിങ് ട്രീ. അല്ലേ, വളർന്നുകൊണ്ടിരിക്കുന്ന മരത്തിനെ ഇതാക്കണ ഏതാ? ടെർമച്ചതലാണോ, വൈറ്റ് വെള്ളുറുമ്പാണോ, പിൻ ഹോൾ ബോറേഴ്സ് ആണോ, പൗഡർ പോസ്റ്റ് ബീസ്റ്റിൽ. ഇത് ഇപ്രാവശ്യം ചോദിക്കാം ചാൻസ് ഉണ്ട് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ വരിക?
ഏതാ വരിക? നമ്മുടെ പിൻ ഹോൾ ബോറേഴ്സ് ആട്ടോ വരിക. അതാണ് ഇമ്പോർട്ടൻറ്റ്, ചതലൊന്നുമില്ല കേട്ടോ. 18 വിച്ച് ഗേജ് സ്റ്റെം ഇസ് ലോങ്. നമ്മൾ അത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്റ്റെം വളരെ ലോങ് ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് കാണിച്ചു തരാം. പാനൽ ഗേജ് ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് സിംഗിൾ മാർക്കിംഗ് ഗേജ് ബട്ട് സ്റ്റെം ആൻഡ് സ്റ്റോക്ക് ആർ ലോങ്. കണ്ടോ, നമ്മൾ കീവേഡ് പോയിന്റ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. കണ്ടോ, നോക്കി നോക്കൂ. വിച്ച് ഗേജ് സ്റ്റെം ഈസ് ലോങ് ഏതാണ്? പാനൽ ഗേജ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നെയിം ഓഫ് ദി പാർട്ട് മാർക്കഡ് ആസ് എക്സ് ഇൻ എ ട്രാമൽ പോയിന്റ് ഇല്ലേ, വലിയ കോമ്പസ്, അതിനെ വിളിക്കുന്ന എക്സ് ഏതാണ്? ഇത് എക്സ് ഏതാ? പോയിന്റ് ആണോ, ഹോൾഡർ ആണോ, വുഡൻ ബാറ്റ് ആണോ, നേൾഡ് സ്ക്രൂ ആണോ? കറക്റ്റ് ആൻസർ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ വരിക? ഹോൾഡർ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരിക. ഇനി വാട്ട് ഈസ് നെയിം ഓഫ് ഹോൾഡിംഗ് ഡിവൈസ്? 20ാമത്തെ ക്വസ്റ്റ്യൻ, ഹോൾഡിംഗ് ഡിവൈസ്. ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിംഗ് ബോർഡ്, പ്ലെയിൻ ട്രഫ്, ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ്, ഇത് ക്ലീറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇത് എന്ത് ചെയ്യും? ഈ ഒരു പലക വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബെഞ്ച് ഹോൾഡ് ഫാസ്റ്റ് വെച്ചാൽ മതി. ഇനി 21, ഹൗ മെനി ഇഞ്ചസ് മേക്ക് 1 feet ഇൻ സ്റ്റീൽ റോൾ? സ്റ്റീൽ റോളിൽ എത്ര ഇഞ്ച് ചേർന്നാലാണ് എന്ത് ചെയ്യുക? ഒരടിയാവുക? സിമ്പിൾ ചോദ്യം. ഏതാ വരിക? 12 ഇഞ്ചാണ് കേട്ടോ ഒരടി. ഇനി വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി വൈസ്? ഈ വൈസ് ഏതാ? നമ്മൾ സോ അല്ലേ, സോ മുറിച്ചിട്ടാൻ വേണ്ടി ഉപയോഗിക്കണത് ഏതാ? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞാണ്. ഏതാ വരിക? സോ വൈസ് ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി 23, വാട്ട് ഈസ് ദി പാർട്ട് മാർക്കഡ് എക്സ് ഇൻ ബോസോ? ബോസോയിൽ എക്സ് മാർക്ക് ചെയ്യുന്നത്, ഇത് എക്സ്. ഈ എക്സ് ഏതാ? ബാറാണോ, ലിവറാണോ, ഫ്രെയിം ആണോ, സ്ട്രിങ് ആണോ? സിമ്പിൾ ചോദ്യം. ഏതാ വരിക? സ്ട്രിങ് ആണ് കേട്ടോ. ഇനി വാട്ട് ഈസ് നെയിം ഓഫ് ഡ്രിൽ ബിറ്റ്? 24, ഈ ഡ്രിൽ ബിറ്റിൻ്റെ നെയിം ഏതാ, പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഡബിളാണോ, ഓഗറാണോ, ഫാസ്റ്റനറാണോ, സെൻട്രൽ ബിറ്റ് ആണോ? ഏതാ? സെൻട്രൽ ബിറ്റ് ഒന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ സൗണ്ട് കൂട്ടിന്നുള്ളത്. ഏതാ കറക്റ്റ് ആൻസർ? ഏതാ വരിക? ഫോസ്റ്റനർ ബിറ്റ് ആട്ടോ, സി ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വാട്ട് ഈസ് ദി ടൂൾ വിത്ത് എ ലോങ് ഷാങ്ക്? ഇതാണ് ചോദിക്കുക. വാട്ട് ഈസ് ദി ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ വിത്ത് ലോങ് ഷാങ്ക് എന്ന് ചോദിക്കുക. ഇതിന് കണ്ടോ ഇത്രയും ഷാങ്ക് ഉണ്ട്, ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഓഗറാണോ, ഗിംലെറ്റ് ആണോ, ബ്രാഡോ ആണോ, ഫോസ്റ്റനർ ബിറ്റ് ആണോ? 25 ഏതാ കറക്റ്റ് ആൻസർ വരിക? ഏതാ വരിക? ഓഗറാണ് കേട്ടോ. 26, വാട്ട് ഈസ് പാർട്ട് മാർക്കഡ് സെക്ഷൻ പോർട്ടബിൾ പവർ സർക്കുലർ സോ? പോർട്ടബിൾ പവർ സർക്കുലർ സോയിൽ ഈ എക്സ് മാർക്ക് ചെയ്യണം. ഏതാ? ഹാൻഡിൽ, ആർബർ, കട്ടിംഗ് ഗൈഡ്, ബേസ് പ്ലേറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഏതാ വരിക? ആർബർ ആണ് കേട്ടോ. 27, വാട്ട് ഈസ് നെയിം ഓഫ് വുഡ് വർക്കിംഗ് പ്ലെയിൻ? ഈ വുഡ് വർക്കിംഗ് പ്ലെയിനിൽ എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഇതിൽ കണ്ടില്ലേ, ഇവിടെ രണ്ട് ടിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം, നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം.